Okay, so good evening, guys. Audible alle? Voice okay alle? Screen okay alle? കുഴപ്പമൊന്നുമില്ലല്ലോ, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ആൻഡ് സൗണ്ട് വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ചാറ്റിൽ ജസ്റ്റ് ഒന്ന് പറയും റെഡി ആണെന്നുണ്ടെങ്കിൽ. പോയോ? ഹലോ? വോയിസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? കേൾക്കാൻ പറ്റായികയുണ്ടോ? കുഴപ്പമുണ്ടോ? വോയിസ് ഓക്കെ ആണോ? ആ, പറയ് ചാറ്റിൽ പറയ്. കേൾക്കുന്നില്ലേ? ഓക്കെ 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 ഓക്കെ. സോ നമ്മളിന്ന് ലാസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വാറ്റിന്റെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇനി 10-ാം തീയതി തൊട്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. കോർപ്പറേറ്റ് ടാക്സിൽ ഇരിക്കാത്ത ആൾക്കാർക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷൻസ് ഉണ്ടാവുക. ഓൾറെഡി നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും കോർപ്പറേറ്റ് ടാക്സിന്റെ ക്ലാസ്സസിലെ. അപ്പോൾ അത് വേറെ ഫാക്കൾട്ടിയാണ് കോർപ്പറേറ്റ് ടാക്സിന് ഉണ്ടാവുക. അപ്പോൾ ഇനി 10-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് വേറെ സെഷൻസ് ആയിരിക്കും. ആ ഗ്രൂപ്പിലായിരിക്കും 10-ാം തീയതി തൊട്ട് ക്ലാസ്സസും കാര്യങ്ങളുടെ ലിങ്ക് ഒക്കെ വരും. കോർപ്പറേറ്റ് ടാക്സിന്റെ ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ വാറ്റിന്റെ ഫൈനൽ സെഷനാണെന്ന്. വാറ്റിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. വാറ്റിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ആർക്കെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തുറന്ന് വെച്ച് നോക്കാം. നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതവിടെ നോക്കിയാൽ നന്നായിരിക്കും. ഓക്കെ. ആൻഡ് ഓക്കെ ഓക്കെ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ക്വസ്റ്റ്യന് ഞാനൊന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്നുമില്ല, ഒരു ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ഒരു യു ബേസ്ഡ് കമ്പനിയുടെ ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മേലെ തന്നിട്ടുണ്ട്. കമ്പനിയുടെ എങ്ങനെയാണ് വാറ്റിന്റെ ഫയലിംഗ്, എങ്ങനെയാണ് വാറ്റ് പീരിയഡ് റിവ്യൂ, എങ്ങനെയാണ് വാറ്റിന് ഈ കമ്പനിക്ക് വേറെ എവിടെയെങ്കിലും വേറോസോ കാര്യങ്ങളുണ്ടോ, അതൊക്കെ എന്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഇൻക്ലൂഡിങ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ പുറമെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും ഇതിനകത്ത് തരുന്നുണ്ട്. നമ്മൾ വാറ്റിൽ ഫയലിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മേലെ കൊടുത്ത ട്രയൽ ബാലൻസിലുള്ള ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് റിക്വയർമെന്റ് ഒന്ന്, ഇത് വാറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യാനാണ്. നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള ഇൻകത്തിനെയും എക്സ്പെൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, സീറോ റേറ്റഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, എക്സംപ്റ്റഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, ഔട്ട് ഓഫ് സ്കോപ്പ് ആയിട്ട് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനും ഓരോ ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരണം. ഫസ്റ്റ് പോയിന്റ് അതാണ്. അതിനുശേഷം നമ്മൾ ടൈം ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാണ്ട്, രണ്ട് ട്രാൻസാക്ഷന്റെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്ട്, ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഏതാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്, അതിനുശേഷം നമ്മൾ വാറ്റിന്റെ കമ്പ്യൂട്ടേഷൻ നടത്തണം. ഓക്കെ. ഔട്ട്പുട്ട് എത്ര വരുന്നു, ഇൻപുട്ട് എത്ര വരുന്നു എന്നുള്ളതിന്റെ കമ്പ്യൂട്ടേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാറ്റിന്റെ കമ്പ്യൂട്ടേഷൻ നടത്തണം. ആൻഡ് ലാസ്റ്റ് പോർഷൻ, വാറ്റ് കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷൻ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് സ്കീം റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിലുള്ളതാണ്. ആൻഡ് എഫ് പോർഷൻ നമ്മൾ ഇതിന്റെ വാറ്റ് റിട്ടേണും ഫയൽ ചെയ്യണം. ഓക്കെ. റിട്ടേണിൽ എവിടെ ഏത് ബോക്സിൽ എന്താണ് വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എഫ് പോർഷൻ വരണം. ആൻഡ് ജി, ഇതിന്റെയൊക്കെ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ കംപ്ലൈൻസ് ആയിട്ട് നമ്മൾ എന്ത് വെക്കണം എന്നുള്ളതാണ് ലാസ്റ്റ് ഫൈനൽ. അപ്പൊ ഇതൊരു ട്രയൽ ബാലൻസ് ആണ്. ഒരു കമ്പനീന്റെ ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വാറ്റ് റിട്ടേണിൽ ഇനിയൊന്നും ഡൗട്ട് വരാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, അത് പ്രാക്ടിക്കലി ചെയ്യുന്നിടത്താണെങ്കിലും തിയററ്റിക്കലി ആണെങ്കിലും എവിടെയാണെങ്കിലും ആ ഡൗട്ട് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ക്ലിയർ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ കമ്പനി സ്മാർട്ട് എഡ്ജ് ട്രേഡിംഗ് LLC ഈസ് എ വാറ്റ് രജിസ്റ്റേർഡ് കമ്പനി ഇൻ ദ UAE. ഓക്കെ.
TRN നമ്പർ അവൈലബിൾ, ഓപ്പറേറ്റിംഗ് ഫ്രം ദുബായ് മെയിൻലാൻഡ്. സോ കമ്പനി മെയിൻലാൻഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഓക്കെ. അഡീഷണൽ ഡീറ്റെയിൽസ്, മെയിൻറ്റെയിൻസ് എ വെയർ ഹൗസ് ഇൻ ജബൽ അലി ഫ്രീ സോൺ, എ ഡെസിഗ്നേറ്റഡ് സോൺ. അപ്പോൾ നമ്മുടെ കമ്പനി ഒരു മെയിൻലാൻഡിലാണ്. നമ്മുടെ കമ്പനിക്ക് എന്തുണ്ട്, ഒരു ഡെസിഗ്നേറ്റഡ് സോണിന്റെ അകത്ത് ഒരു അഡീഷണൽ സ്പേസ് അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, രജിസ്റ്റേർഡ് അണ്ടർ വാറ്റ് ഇമ്പോർട്ട് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പോൾ നമ്മുടെ കമ്പനി വാറ്റിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം റിലേറ്റഡ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, വാറ്റ് റിട്ടേൺ ഫയലിംഗ് ക്വാർട്ടർലി. കമ്പനീന്റെ വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ക്വാർട്ടർലി ആണ്. വാറ്റ് പീരിയഡ് അണ്ടർ റിവ്യൂ Q1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള, ജനുവരി 2025 തൊട്ട് മാർച്ച് 2025 വരെയുള്ള വാറ്റ് റിട്ടേൺ പീരീഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് തന്നിട്ടുള്ള ട്രയൽ ബാലൻസ് ആസ് ഓൺ 31 മാർച്ച് 2025, 31 മാർച്ച് 2025 ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ട്രയൽ ബാലൻസ് എന്ന് കേൾക്കുമ്പോൾ ഇനി അക്കൗണ്ടിങ് സെഷനിൽ ഇരിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന്, അല്ലെങ്കിൽ അക്കൗണ്ട്സിന്റെ സെഷൻ കിട്ടാത്തുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. അത് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ട്രയൽ ബാലൻസ് ഒന്നുമില്ല തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അക്കൗണ്ട്സിലുള്ള നമ്മൾ FS ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഉള്ള ഡോക്യുമെന്റ് ആണ് ട്രയൽ ബാലൻസ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ട്രയൽ ബാലൻസ് ആണോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. കോംപ്ലിക്കേറ്റഡ് അല്ല, നമ്മളെ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ട്രയൽ ബാലൻസ് ആണ്. അതായത് വാറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ കൂടുതലുള്ള ട്രയൽ ബാലൻസ് ആണ്, അല്ലാതെ എന്തല്ല ഒരു അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിലുള്ള ട്രയൽ ബാലൻസ് അല്ല. ഇതിൽ കൂടുതലും വാറ്റിലേക്ക് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അവിടെ തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ആദ്യം തന്നിട്ടുള്ളത് സെയിൽസ് ആണ്. സെയിൽസ് UAE മെയിൻലാൻഡ്, അപ്പോൾ മെയിൻലാൻഡിൽ തന്നെ നമ്മൾ നടത്തിയ സെയിൽസ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ എക്സ്പോർട്ട് തന്നിട്ടുണ്ട്. എക്സ്പോർട്ട് സെയിൽസ്, ഗുഡ്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ജർമ്മനിയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തത് സെയിൽസ് ഡെസിഗ്നേറ്റഡ് സോൺ. നമ്മൾ ഒരു ഡെസിഗ്നേറ്റഡ് സോണിലേക്ക്, നമുക്കൊരു വെയർ ഹൗസ് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ആ വെയർ ഹൗസിൽ നിന്നായിരിക്കാം നമ്മൾ എന്ത് നടത്തുന്നുണ്ട്, വേറെ സെയിൽസ് ഡെസിഗ്നേറ്റഡ് സോണിലും സെയിൽ നടത്തുന്നുണ്ട്. പിന്നെ കൺസൾട്ടൻസി ഇൻകം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസൾട്ടൻസി സർവീസ് പുറത്തോട്ട് കൊടുക്കുന്നുണ്ട്, ഒമാനിലോട്ട്. സോ അതും എക്സ്പോർട്ടാണ്. പക്ഷെ എക്സ്പോർട്ട് ഇവിടെ ഗുഡ്സ് അല്ല, സർവീസ് ആണ്, കൺസൾട്ടൻസി അല്ലേ. അപ്പോൾ അതും ഒരു എമൗണ്ട് ഉണ്ട്. റെസിഡൻഷ്യൽ ലീസിംഗ് ഉണ്ട്. റെസിഡൻഷ്യൽ ലീസിംഗും കമ്പനിക്ക് ഉണ്ട്. ഇത്രയാണ് കമ്പനീന്റെ ക്രെഡിറ്റ് സൈഡിലുള്ളത്. പിന്നെ ഡെബിറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ഉണ്ട്, ലോക്കൽ പർച്ചേസ് ഉണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ പർച്ചേസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് IT കൺസൾട്ടൻസി എക്സ്പെൻസ് ഉണ്ട്. നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, IT കൺസൾട്ടൻസി സർവീസ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ്, ഒരു മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അസറ്റിന്റെ മെഷീനറിന്റെ പർച്ചേസ് ഉണ്ട്. ഇതിന്റെ എമൗണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതിന്റെ താഴെ ഇൻപുട്ട് വാറ്റ് ലോക്കൽ പർച്ചേസ് ഉണ്ട്. ഇൻപുട്ട് വാറ്റ് എത്രയാണ്, ലോക്കൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് വാറ്റ് എത്ര വന്നതെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റംസ് വാറ്റ് എത്രയാണ്, ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന്റെ വാറ്റ് എന്നുള്ളത്. വാറ്റ് അപ്പോൾ സെപ്പറേറ്റ്ലി പ്രിയാൻഡലിലൂടെയാണ് എന്ത് ചെയ്യുന്നുള്ളത്, വാറ്റ് എമൗണ്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ 2 ബാങ്ക് അക്കൗണ്ട് തന്നിട്ടുണ്ട്, ട്രേഡ് റെസ്യൂബിൾ തന്നിട്ടുണ്ട്, ട്രേഡ് പേയബിൾ തന്നിട്ടുണ്ട്, ഓണർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. സോ ഇത്രയാണ് എന്തുള്ളത്, ട്രയൽ ബാലൻസിനകത്തുള്ള ഡാറ്റ. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ റിലേറ്റഡ് ഡാറ്റയൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് ആവശ്യമില്ല. ബാങ്കോ ട്രേഡ് റെസ്യൂബിളോ പേയബിളോ ഓണേഴ്സ് ക്യാപിറ്റലോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഇവിടെ ഉള്ളതാണ്, സെയിൽസും പർച്ചേസുമായി ബന്ധപ്പെട്ടാണ്, വാറ്റ് റിട്ടേൺ ഫയലുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഒരു ട്രയൽ ബാലൻസ് ആവുന്നതിന് വേണ്ടി മാത്രം തന്നതാണ്. നമുക്ക് മേജർലി ആവശ്യമുള്ളത് ഇവിടെയുള്ള ഡാറ്റയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ട്രയൽ ബാലൻസ് കാണുമ്പോൾ ഇനി അക്കൗണ്ട്സ് പഠിക്കാത്ത, അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടാവും അങ്ങനെ വിചാരിക്കേണ്ട. അക്കൗണ്ട്സ് റിലേറ്റഡ് അത്രക്ക് കോംപ്ലിക്കേറ്റഡ് ട്രയൽ ബാലൻസ് അല്ല, വാറ്റുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ ബാലൻസ് ആണ്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷനിൽ ആദ്യം തന്നിട്ടുള്ളത് നമ്മളെ മെയിൻലാൻഡിലെ സെയിൽസുമായി ബന്ധപ്പെട്ടാണ്. മെയിൻലാൻഡിലെ സെയിൽസുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് ഗുഡ്സ് ഡെലിവർ ചെയ്ത ഡേറ്റ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്, മെയിൻലാൻഡിലെ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതുപോലെ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഗുഡ്സ് ഡിസ്പാച്ച്ഡ് ഫ്രം ജവ്സ വെയർഹൗസ്. ജവ്സ വെയർഹൗസ് പറഞ്ഞാൽ നമ്മളെ ഡെസിഗ്നേറ്റഡ് സോൺ എന്നാണ് ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. എക്സ്പോർട്ടഡ് ടു ജർമ്മനിയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സിറ്റ് പ്രൂഫ് ഫ്രം UAE അവൈലബിൾ. എക്സിറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ മൂന്നാമത്തത് ഡെസിഗ്നേറ്റഡ് സോൺ എന്നുള്ള സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അതെന്തൊക്കെയാണ് പറയുന്നത്, ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം സ്മാർട്ട് എഡ്ജ് ജവ്സ വെയർഹൗസ് ടു അനദർ വാറ്റ് രജിസ്റ്റേർഡ് കമ്പനി വിത്തിൻ ജവ്സ.
അപ്പം നമ്മുടെ ജബ്സയിലകത്തുള്ള നമ്മുടെ വെയർഹൗസിൽ നിന്ന്, നമ്മുടെ ഡെസിഗ്നേറ്റഡ് സോണിൽ നമുക്കൊരു വെയർഹൗസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ആ വെയർഹൗസിൽ നിന്ന് വാറ്റ് രജിസ്റ്റർ ചെയ്ത വേറൊരു കമ്പനിയിലേക്ക് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്. ഗുഡ്സ് ഡിഡ് നോട്ട് ലീവ് ദ ഡെസിഗ്നേറ്റഡ് സോൺ, ഡെസിഗ്നേറ്റഡ് സോണിന്റെ പുറത്തോട്ട് പോയിട്ടില്ല. ഗുഡ്സ് ആർ യൂസ്ഡ് ഫോർ ടാക്സബിൾ സപ്ലൈ ബൈ ദ ബയർ, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആള് ഈ ഗുഡ്സ് യൂസ് ചെയ്യാണ്, കൺസംഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഡെസിഗ്നേറ്റഡ് സോണിലുള്ള സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്. പിന്നെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. നമ്മൾ പ്രൊഡക്റ്റ് ഇമ്പോർട്ടഡ് ഫ്രം ചൈന, ചൈനയിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർഡ് ത്രൂ ജബൽ അലി പോർട്ട്, വാറ്റ് അക്കൗണ്ടഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. സോ നമ്മൾ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ജബൽ അലി പോർട്ടിലൂടെയാണ് ക്ലിയർ ചെയ്തത്, വാറ്റ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സർവീസ് ഇമ്പോർട്ട് ചെയ്തതുമായിട്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. IT കൺസൾട്ടൻസി റിസീവ്ഡ് ഫ്രം ഇന്ത്യ, നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് IT കൺസൾട്ടൻസി സർവീസ് റിസീവ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻവോയ്സ് ഡേറ്റ് തന്നിട്ടുണ്ട് 18 ഫെബ്രുവരി 2025. പേയ്മെന്റ് ഡേറ്റ് തന്നിട്ടുണ്ട്, ഈ കൺസൾട്ടൻസി സർവീസ് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പേയ്മെന്റ് ഡേറ്റ് തന്നിട്ടുണ്ട് 10 മാർച്ച് 2025. പിന്നെ നമ്മൾ കൺസൾട്ടൻസി ടു ഒമാൻ, നമ്മൾ ഒമാനിലേക്ക് കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ആ ട്രയൽ ബാലൻസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻ അതിലൊന്ന് പറയുന്നത്, സർവീസ് പ്രൊവൈഡഡ് ടു ഒമാൻ ബ്രാഞ്ച്, റെസിപ്പിയന്റ് ഹാസ് നോ UAE എസ്റ്റാബ്ലിഷ്മെന്റ്, സർവീസ് യൂസ്ഡ് എൻറ്റയർലി ഔട്ട്സൈഡ് UAE. ഓക്കെ. ഏഴാമത് പറയുന്നത് റെസിഡൻഷ്യൽ ലീസുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. റെസിഡൻഷ്യൽ ലീസ് ലോങ് ടേം ലീസ് ഓഫ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആണ്, ആൻഡ് നോട്ട് എ ഹോട്ടൽ ഓർ സർവീസ്ഡ് അക്കോമഡേഷൻ, നമ്മൾ ഈ കൊടുത്തത് ഒരു ഹോട്ടലോ ഒരു സർവീസ്ഡ് അക്കോമഡേഷനോ അല്ല. ഓക്കെ. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ടാണ്, നമ്മളൊരു മെഷീൻ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. മെഷീൻ പർച്ചേസ്ഡ് ഓൺ 15 മാർച്ച് 2025, 15 മാർച്ച് 2025 മെഷീൻ പർച്ചേസ് ചെയ്തതെന്ന് പറയുന്നു. അതിൽ യൂസ്ഡ് 70% ഓഫ് ടാക്സബിൾ സപ്ലൈസ്, ആ മെഷീൻ 70% ടാക്സബിൾ സപ്ലൈസിനും 30% എക്സംപ്റ്റഡ് റെസിഡൻഷ്യൽ ലീസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ക്യാപിറ്റൽ അസറ്റ് സ്കീം അപ്ലിക്കബിൾ, കമ്പനിക്ക് ക്യാപിറ്റൽ അസറ്റ് സ്കീം അപ്ലിക്കബിൾ ആണ്. സോ ഇത്രയാണ് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ആരെങ്കിലും കൂടെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ. സോ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ. സോ ആദ്യം നമ്മളോട് ചോദിക്കുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, വാറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് വെച്ചിട്ട് വാറ്റ് ക്ലാസിഫൈ ചെയ്യണം. ഇതിൽ ഏതൊക്കെയാണ് എക്സ്പോർട്ട്, ഏതൊക്കെയാണ് ഇമ്പോർട്ട്, ഏതൊക്കെയാണ് സീറോ റേറ്റഡ്, ഏതൊക്കെയാണ്, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ ചെയ്യണം. സോ നമുക്ക് ആദ്യം അത് ചെയ്യാൻ നോക്കാം. ഓക്കെ. സോ ഞാനിവിടെ വാറ്റ് കമ്പ്യൂട്ടേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതേപോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയറിന്, ഇപ്പോൾ നമ്മളെ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിന് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടേഷൻ ഷീറ്റ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഓക്കെ. സോ ഞാൻ ഓരോ സെയിൽസ് ആയിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. അതിൽ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. ആദ്യത്തത് സെയിൽസ് UAE മെയിൻലാൻഡ് ആണ്. കോപ്പി ചെയ്യാൻ പറ്റുമോ നോക്കാം, പിന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. സെയിൽസ് UAE മെയിൻലാൻഡ് ആണ് ആദ്യത്തത്. അതിൻ്റെ എമൗണ്ട് ഞാൻ അവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇടണമെന്നുള്ളൂ. 12 lakh. ഇത് ടാക്സബിൾ എമൗണ്ട്. ഓക്കെ. ടാക്സബിൾ എമൗണ്ട് ആണ്. നമുക്ക് എന്ത് വേണം, ആദ്യം നമുക്ക് വാറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള എഴുതാം. പിന്നെ വാറ്റ് റേറ്റ് എഴുതാം. ദെൻ വാറ്റ് എമൗണ്ട്. ഓക്കെ. സോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഫസ്റ്റ് വൺ, സെയിൽസ് നിങ്ങൾ കൂടെ ചെയ്യുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ചാറ്റിൽ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, ചെയ്യുന്നുണ്ടെങ്കിൽ. ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് സെയിൽസ് UAE മെയിൻലാൻഡ് ആണ്. UAE മെയിൻലാൻഡിൽ നമുക്ക് എന്തുണ്ട്, ട്രയൽ ബാലൻസ് പ്രകാരം സെയിൽസ് നടക്കുന്നുണ്ട്. 12 ലാഖിന്റെ സെയിൽസ് ഉണ്ട്. അതിന് വാറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താ വരിക, അതെന്താണ് പറയൂ, നിങ്ങൾ ആരെങ്കിലും ആൻസർ ചെയ്യുന്നുണ്ടോ, റെഡിയാണോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. 5% 5% ആണോ? ആൾ ഉറങ്ങിയോ? സ്റ്റാൻഡേർഡ് പറയൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ചാറ്റിൽ ഇടണ്ട. ഓക്കെ, 5% ആണ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. വാറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. വാറ്റ് റേറ്റ് 5% ആണ്. സോ വാറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ. സോ ഒന്ന് ഡണ്ണായി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നെക്സ്റ്റ് വൺ, അത് ഈസിയാണ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ എക്സ്പോർട്ട് ഓഫ് സെയിൽസ് ആണ്. എക്സ്പോർട്ട് ഓഫ് സെയിൽസ് ജർമ്മനിയിലേക്കാണ്. അതിൻ്റെ ടാക്സബിൾ എമൗണ്ട് 80. ഓക്കെ, 80. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് അതിനടിയിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കാം. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇത് തന്നെയല്ലേ? എക്സ്പോർട്ട് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താ? ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഡിസ്പാച്ച് ചെയ്യുന്നത് ജബ്സ വെയർ ഹൗസിൽ നിന്നാണ്. അതായത് നമ്മുടെ വെയർ ഹൗസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം ജർമ്മനിയാണ്. എക്സിറ്റ് പ്രൂഫ് അവൈലബിൾ ആണ്. ഇതിന്റെ വാറ്റ് റേറ്റ് എന്താ വരിക, അല്ലെങ്കിൽ വാറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താ വരിക? നമുക്ക് ജബ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 0% ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം അല്ലേ? നമ്മുടെ ഈവൻ നമ്മുടെ ഫ്രീ സോൺ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് സോണിലാണ് സെയിൽ എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, 0 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതിന് 0% ആണ് എന്ത് വരിക, വാറ്റ് വരിക. അപ്പൊ അത് സിമ്പിൾ. കൺഫ്യൂഷൻ ആവരുത്. ഡെസിഗ്നേറ്റഡ് സോൺ ആണെന്ന് വിചാരിച്ചിട്ട് വേറെ എന്തെങ്കിലും വിചാരിക്കരുത്. അതിന് എന്ത് ചെയ്യാം, 0 റേറ്റഡ് ആണ്. സോ ടാക്സ് റേറ്റ് 0 ആണ് വരിക. അതുകൊണ്ട് തന്നെ വാറ്റ് എമൗണ്ടും 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, മൂന്നാമത് നമ്മുടെ ട്രയൽ ബാലൻസിൽ ആരല്ലേ? സെയിൽസ് ഡെസിഗ്നേറ്റഡ് സോൺ. സോണിന്റെ അകത്ത് തന്നെയുള്ള സെയിലാണ്. ഓക്കെ, സോണിന്റെ അകത്ത് തന്നെ സെയിൽ ഏകദേശം 3 ലാഖിന്റെ സെയിൽ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം സ്മാർട്ട് എഡ്ജ് ജബ്സ വെയർഹൗസ് ടു അനദർ വാറ്റ് രജിസ്റ്റേർഡ് കമ്പനി വിത്തിൻ ദ ജബ്സ. ഒരേ ഡെസിഗ്നേറ്റഡ് സോണിന്റെ അകത്തുള്ള രണ്ട് കമ്പനി തമ്മിലാണ്. ഗുഡ്സ് ഡസ് നോട്ട് ലീവ് ദ ഡെസിഗ്നേറ്റഡ് സോൺ. സോണിന്റെ പുറത്തോട്ട് സാധനം പോയിട്ടില്ല. ഗുഡ്സ് യൂസ്ഡ് ഫോർ ടാക്സബിൾ സപ്ലൈസ് ബൈ ദ ബയർ. അവർ കൺസംഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഇതിന് നമുക്ക് വാറ്റ് വരുമോ? വാറ്റ് വരൂലേ? എന്താ നിങ്ങൾ തോന്നുന്നത്? പഠിച്ചാണ് ഇതൊക്കെ, ഓർമ്മ ഉണ്ടാവും. ഒരേ സോണിന്റെ അകത്തുള്ള രണ്ട് കമ്പനികൾ തമ്മിൽ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ വാറ്റിന്റെ ട്രീറ്റ്മെന്റ് വരിക? ഓർമ്മയില്ല? ആർക്കും ഓർമ്മയില്ല? വാറ്റ് അപ്ലിക്കബിൾ ആവില്ല. യെസ്, 0 എന്ന് പറയാൻ പറ്റില്ല. വാറ്റ് ഒന്നുമില്ല, അപ്ലിക്കബിൾ ആവില്ല അല്ലേ? കാരണം അത് വാറ്റിന്റെ സ്കോപ്പിന് പുറത്തുള്ളതാണ്. അവിടെ വാറ്റ് ട്രീറ്റ്മെന്റ് 0 റേറ്റഡ് അല്ല, റേറ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരേ സെയിം ഡെസിഗ്നേറ്റഡ് സോണിന്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ സെയിം ഡെസിഗ്നേറ്റഡ് സോൺ, അത് സോണിന്റെ പുറത്തോട്ട് പോയിട്ടില്ല. പ്ലസ് ആ ഗുഡ്സ് പർച്ചേസ് ചെയ്ത ആള് അയാളുടെ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല, വാറ്റ് ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോണിന്റെ ഉള്ളിൽ തന്നെ വാറ്റ് ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാണ്. അതുകൊണ്ട് ഈ ട്രാൻസാക്ഷനിൽ എന്തുണ്ടാവില്ല, വാറ്റ് ഉണ്ടാവില്ല കമ്പനിക്ക്. ഓക്കെ, ഓർമ്മയില്ലാത്തവരൊക്കെ ഓർമ്മ ഒന്ന് പുതുക്കണം കേട്ടോ, നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. നെക്സ്റ്റ് വൺ, കൺസൾട്ടൻസി ഇൻകം ഒമാൻ. നമുക്ക് എന്തുണ്ട്, ഒമാനിലേക്ക് കൺസൾട്ടൻസി ഇൻകം ഉണ്ട്. കൺസൾട്ടൻസി ഇൻകം എത്ര ഉണ്ട്? ഏകദേശം 2 ലാഖിന്റെ കൺസൾട്ടൻസി ഇൻകം. ഓക്കെ, കൺസൾട്ടൻസി ഇൻകം 2 ലാഖ് ഉണ്ട് കമ്പനിക്ക്. ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സർവീസ് പ്രൊവൈഡഡ് ടു ഒമാൻ ബ്രാഞ്ച്, റെസിപ്പിയന്റ് ഹാസ് നോ UAE എസ്റ്റാബ്ലിഷ്മെന്റ്, സർവീസ് യൂസ്ഡ് എൻറ്റയർലി ഔട്ട്സൈഡ് UAE. ഓക്കെ, കൺസൾട്ടൻസി ഇൻകത്തമ്മേ പ്ലേസ് ഓഫ് സപ്ലൈ ഒക്കെ ചിന്തയൊക്കെ ഒന്ന് പോകണം. അതിലൂടെ ഒക്കെ ഒന്ന് പോയിട്ട് അങ്ങനെ ഒന്ന് കറങ്ങി വന്നിട്ട് എന്തായിരിക്കും വരിക എന്നൊന്ന് പറയും. സർവീസ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത് UAE പുറത്താണ്.
റെസിപ്പിയന്റിന് യു എയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാറ്റ് റേറ്റ് എന്താ വരിക? ഒമാനിലേക്ക് നമ്മൾ കൊടുക്കുന്ന കൺസൾട്ടൻസിക്ക് നമുക്ക് എത്ര വാറ്റ് റേറ്റ് വരിക? 0 റേറ്റഡ്. 0 റേറ്റഡ്. കറക്റ്റ് ആണ്, 0 റേറ്റഡ് ആണ് വരിക. ഓക്കെ, അത് 0 റേറ്റഡ് ആയിരിക്കും. എക്സ്പോർട്ട് പോലെ തന്നെ നമുക്ക് കാണിക്കാം, 0 റേറ്റഡ് കാണിക്കാം. കാരണം ഈവൻ ദോ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് കണ്ടീഷൻസ് നിങ്ങൾ അവിടെ ആലോചിക്കണം. ഒന്ന്, ഈ സർവീസ് യു എയിലല്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ അവിടെ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ 2-3 സ്പെഷ്യൽ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഒന്ന് നമ്മൾ റിയൽ എസ്റ്റേറ്റിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് വാറ്റിന്റെ ട്രീറ്റ്മെന്റ് മാറും. ഇപ്പോൾ ഒമാനിലുള്ള ഒരു പാർട്ടിക്ക് കൊടുത്തു, പക്ഷേ ആ പ്രോപ്പർട്ടി യു എയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 0 കിട്ടൂല, 5% കിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണ്. സോ ആ സാധനങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്യണം. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ കംപ്ലീറ്റ്ലി ഈ സർവീസ് യു എന്റെ പുറത്താണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് യു എയിൽ എന്തില്ല, 0 റേറ്റഡ് ആയിട്ട് നമുക്ക് കാണിക്കാം, ടാക്സേഷൻ വരില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് റെസിഡൻഷ്യൽ ലീസ് ഇൻകം. കമ്പനിക്ക് എന്തുണ്ട്? റെസിഡൻഷ്യൽ ലീസ് ഇൻകം ഉണ്ട്. റെസിഡൻഷ്യൽ ലീസ് ഇൻകം ഓൾമോസ്റ്റ് 90,000 ആണ് റെസിഡൻഷ്യൽ ലീസ് ഇൻകം. ഇതിന്റെ വാറ്റ് ട്രീറ്റ്മെന്റ് എന്താ? ഇതിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, അഡ്ജസ്റ്റ്മെന്റിന് ആവശ്യമില്ലല്ലോ. റെസിഡൻഷ്യൽ ലീസ് ഇൻകത്തിന്റെ വാറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താ? എക്സംപ്റ്റഡ് ആണ്. കറക്റ്റ് അല്ലേ? എക്സംപ്റ്റഡ് ആണ്, 0 അല്ല, എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 0 റേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വാറ്റ് റേറ്റ് വേണമെങ്കിൽ 0 എന്ന് കാണിക്കാം. പക്ഷെ ഇവിടെ എന്തുണ്ടാവില്ല, വാറ്റ് റേറ്റേ ഉണ്ടാവില്ല, എക്സംപ്റ്റഡ് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, റെസിഡൻഷ്യൽ ലീസ് ഇൻകം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ എന്ത് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡെബിറ്റ് സൈഡുമായി ബന്ധപ്പെട്ട് ആദ്യം ലോക്കൽ പർച്ചേസ് നമുക്ക് നോക്കാം. പർച്ചേസ് ഉണ്ട്, ലോക്കൽ പർച്ചേസ് ഏകദേശം 6 lakh. ഇതൊക്കെ ക്രെഡിറ്റ് സൈഡാണ്, നമ്മുടെ സെയിൽസ് സൈഡാണ്. നമുക്ക് ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ പർച്ചേസിന്റെ സൈഡ്, ഇൻപുട്ടിന്റെ സൈഡ് നോക്കാം. ലോക്കൽ പർച്ചേസ് നമുക്ക് ഏകദേശം എത്ര വരുന്നുണ്ട്? 6 lakhന്റെ പർച്ചേസ് ഉണ്ട്. 6 lakhന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്, 55% വാറ്റ് അപ്ലിക്കബിൾ ആണ്, ടാക്സബിൾ ആണ്, അല്ലെങ്കിൽ ഇൻപുട്ട് അവൈലബിൾ ആണ് അല്ലേ? നമ്മൾ ഇൻപുട്ട് കിട്ടും, സ്റ്റാൻഡേർഡ് റേറ്റ് പെടും. അപ്പോൾ ഇതിന്റെ 5% വാറ്റ് ഉണ്ടാകും. വാറ്റ് ഉണ്ടാകും. സോ നമുക്ക് എന്ത് കിട്ടും? അത്ര ഇൻപുട്ട് നമുക്ക് അവൈലബിൾ ആവും. നിങ്ങൾക്ക് ആലോചിച്ച് അറിയുന്നതാണ്, ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്പോർട്ടാണ്. പർച്ചേസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. നമുക്ക് എന്തുണ്ട്? ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ പർച്ചേസ് ഉണ്ട്. അത് ഏകദേശം എത്ര ഉണ്ട്? 4 lakhന്റെ ഇമ്പോർട്ട് ഓഫ് പർച്ചേസ് ഉണ്ട്. ഓക്കെ, 4 lakh. ഇത് ഇവിടെ എന്ത് അപ്ലിക്കബിൾ ആണ്? നമ്മൾ പറഞ്ഞു RCM അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് സ്റ്റഡിയിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക, RCM അപ്ലിക്കബിൾ ആണോ ഇല്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇമ്പോർട്ട് ഓഫ് സർവീസ്, IT കൺസൾട്ടൻസി റിസീവ്ഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സിന്റെ ഇമ്പോർട്ടാണ് ആദ്യം പറയുന്നത്. ഗുഡ്സിന്റെ ഇമ്പോർട്ടിന് RCM അപ്ലിക്കബിൾ ആണ്, വാറ്റ് അക്കൗണ്ടഡ് ത്രൂ റിവേഴ്സ് ചാർജ് മെക്കാനിസം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഔട്ട്പുട്ടും നമ്മൾ കാണിക്കേണ്ടി വരും, ഇൻപുട്ടും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടി വരും. സോ നമുക്ക് ഇൻപുട്ട് ആദ്യം ഒന്ന് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് വെക്കാം. ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. സോ ഇൻപുട്ട് ഏകദേശം 4 lakh അല്ലെ? 4 lakhന്റെ RCM റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ 4 lakhന്റെ 5% തന്നെ നമുക്ക് അവിടെ എന്തുണ്ടാവും? ഇൻപുട്ട് ഉണ്ടാവും. സോറി ഓക്കെ, 4 lakhന്റെ 5% ഇൻപുട്ട് നമുക്ക് അവിടെ അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ IT കൺസൾട്ടൻസി എക്സ്പെൻസ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? IT കൺസൾട്ടൻസി സർവീസ് ഉണ്ട്. ആദ്യത്തേത് ഗുഡ്സിന്റെ ഇമ്പോർട്ട് ആയിരുന്നു, ഇതെന്താണ്? സർവീസിന്റെ ഇമ്പോർട്ടാണ്. സർവീസ് ഇമ്പോർട്ട് എത്ര ചെയ്തിട്ടുണ്ട്? 1,20,000. അഗൈൻ ഇതിനും നമുക്ക് എന്ത് അപ്ലിക്കബിൾ ആണ്? RCM അപ്ലിക്കബിൾ ആണ്. സോ സെയിം വേ, നമുക്ക് അറിയുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സെയിം വേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ഇൻപുട്ടും നമുക്ക് അവൈലബിൾ ആണ്, കിട്ടും. RCM ആണ് രണ്ടും. സോ ഗുഡ്സിന്റെ RCM ഉണ്ട്, സർവീസിന്റെ RCM ഉണ്ട്. ഓക്കെ,
പിന്നെ നമ്മളൊരു മെഷീൻ പർച്ചേസ് ചെയ്താണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിന് ഇൻപുട്ട് ഓൾറെഡി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. 30,000 ആൻഡ് 20,000 ആണ് ട്രയൽ ബാലൻസിൽ കാണിച്ച ഈ രണ്ട് ഇൻപുട്ടും. ഇത് രണ്ട് ഇൻപുട്ടാണ്, ലോക്കൽ പർച്ചേസിൻ്റെ ഇൻപുട്ടും സെപ്പറേറ്റ് കാണിച്ചു എന്നുള്ളൂ. ഇൻപുട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പകരം നമ്മൾ സെപ്പറേറ്റ് ഇൻപുട്ടായിട്ട് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇൻപുട്ട് ആൻഡ് കസ്റ്റംസ് ആയിട്ടുള്ള രണ്ടിന് ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇൻപുട്ട് ഇവിടെ സെപ്പറേറ്റ്ലി അടിച്ചിട്ടുണ്ട്. പിന്നെ ക്യാപിറ്റൽ അസറ്റ് നമ്മളൊരു 1 lakhന്റെ ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കാണിക്കാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്, നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ്ഡ് യൂസ് ആണെന്നുണ്ടെങ്കിൽ, ടാക്സബിൾ ആൻഡ് എക്സംപ്റ്റഡ് യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് കാണിക്കണം, ക്യാപിറ്റൽ അസറ്റ് സ്കീം യൂസ് ചെയ്യണം. നമ്മൾ പഠിച്ച ഒരു സ്കീമാണത്, ക്യാപിറ്റൽ അസറ്റ് സ്കീം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതിയിടുന്നുണ്ട്. അതിൻ്റെ ഇൻപുട്ടിൻ്റെ സ്കീം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഞാൻ അവിടെ എഴുതിയിടുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. അതായത് ഇപ്പോൾ നമ്മൾ ആ ട്രയൽ ബാലൻസിനകത്തുള്ള ഇനി ബാക്കി ബാങ്കും ട്രേഡ് റെസ്യൂബിളും ട്രേഡ് പേബിളും ഓണേഴ്സ് ക്യാപിറ്റലൊക്കെയാണ്. ഇതിപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വാറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബാക്കി ട്രയൽ ബാലൻസിൽ വന്ന എല്ലാ ആൾക്കാരെ കുറിച്ചുള്ള വാറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത് നമുക്ക് പരിപാടി എന്താ, അതിൽ പറയുന്ന കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അഡീഷണൽ കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യം പറയുന്നത് മെയിൻലാൻഡിലേക്കുള്ള സെയിൽസുമായി ബന്ധപ്പെട്ടാണ്. മെയിൻലാൻഡിലെ സെയിൽസ് ഗുഡ്സ് ഡെലിവർ ചെയ്തത് 15-ാം തീയതിയാണ്. ഓക്കെ, മെയിൻലാൻഡിലെ സെയിൽസ് നമ്മളിവിടെ കാണിച്ചു. മെയിൻലാൻഡിലെ സെയിൽസ് ഫസ്റ്റ് കൊടുത്ത എമൗണ്ട് 12 lakh. അപ്പോൾ ഇതിൻ്റെ വാറ്റ് 60,000 ഉണ്ട്. പക്ഷേ ഈ വാറ്റ് റിട്ടേണിൽ ഇത് വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതിന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ആ ഒരു സപ്ലൈൻ്റെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ടൈം ഓഫ് സപ്ലൈ അനുസരിച്ചാണ് എന്ത് വരിക, വാറ്റ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏത് ക്വാർട്ടറത്തെ വാറ്റിനാ, ജനുവരി ഫെബ്രുവരി മാർച്ചത്തെ ക്വാർട്ടർ. ഓക്കെ, നമ്മൾ ആദ്യമേ നോക്കി മേലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറത്തെ വാറ്റ് റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാർട്ടറിൽ പെടുന്ന സെയിലാണോ ഇതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ടൈം ഓഫ് സപ്ലൈ നോക്കണം. നമ്മൾ ട്രയൽ ബാലൻസിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വാറ്റ് കൊടുക്കണ്ട. ഇതിവിടെ സെയിൽസ് ട്രയൽ ബാലൻസ് കാണിക്കുന്നു വിചാരിച്ച് വാറ്റ് കൊടുക്കണ്ട. എപ്പോൾ കൊടുത്താൽ മതി, ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഈ ക്വാർട്ടറിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, വാറ്റ് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഡാറ്റ തന്നിട്ടുണ്ട്. UAE മെയിൻലാൻഡുമായി ബന്ധപ്പെട്ട്, മെയിൻലാൻഡ് സെയിലുമായി ബന്ധപ്പെട്ടുള്ള ടൈം ഓഫ് സപ്ലൈൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്ത ഇൻഫർമേഷൻ എന്താ പറയുന്നത്, ഇൻവോയ്സിൻ്റെ ഡേറ്റ് 20, ഇൻവോയ്സ് ഗുഡ്സ് ഡേറ്റ് ചെയ്ത് തന്നാന്നല്ലേ പറയുന്നത്. ഇൻവോയ്സ് ഡേറ്റ് 20 ജനുവരി, ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് 15 ജനുവരി, പേയ്മെൻറ്റ് നടത്തുന്നത് 5 ഫെബ്രുവരി. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഏത് ഡേറ്റിലായിരിക്കും, ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഏത് ഡേറ്റിലായിരിക്കും? ഗുഡ്സ് ഡെലിവർ ചെയ്തത് 15-ാം തീയതിയാണ് ജനുവരി, ഇൻവോയ്സ് ഇട്ടത് 20-ാം തീയതിയാണ്. പറയും 20 ആണോ വരിക? ടൈം ഓഫ് സപ്ലൈ നമ്മൾ പഠിച്ചല്ലേ. ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ടൈം ഓഫ് സപ്ലൈൻ്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു ഓർമ്മയില്ലേ. ഇതിൽ ഏറ്റവും ഏർലിയസ്റ്റ് ഏത് സംഭവിക്കുന്നു അന്നാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കാണേണ്ടത്. ഓക്കെ, ഏറ്റവും ആദ്യം സംഭവിക്കുന്ന ഏതാന്ന്, 15 ജനുവരി ഉണ്ട്, 20 ജനുവരി ഉണ്ട്, 5-ാം തീയതി ഫെബ്രുവരി ഉണ്ട്. അതായത് നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് 15-ാം തീയതി, ഇൻവോയ്സ് അടിക്കുന്നത് 20-ാം തീയതി, നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് 5-ാം തീയതി. ഇതിൽ ഈ ഒരു സാധനം, ഈ ഒരു സെയിൽസുമായി ബന്ധപ്പെട്ട ടൈം ഓഫ് സപ്ലൈ എന്നാണെന്നുള്ളത് കാണുക. ഇതിൽ ഏർലിയസ്റ്റ് ഏത് ഡേറ്റിലാണോ ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. ഇതിൽ ഏർലിയസ്റ്റ് ഡേറ്റ് ഏതാ, 15 ജനുവരി 2025. അപ്പോൾ നമ്മുടെ ക്വാർട്ടറിൻ്റെ ഉള്ളിൽ പെടും, ജനുവരിയിലുള്ള അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നുള്ള ക്വാർട്ടറിൽ പെടുന്നതുകൊണ്ട് തന്നെ 15 ജനുവരിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ബട്ട് ഇൻവോയ്സ് ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അതെ, ഇൻവോയ്സ് ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ് അല്ല, ഇൻവോയ്സ് ഡേറ്റ് 20-ാം തീയതി അല്ലേ. ഇൻവോയ്സ് ഡേറ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവേർഡ് ഡേറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ്ഡ് ഡേറ്റ്, ഈ ഡേറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ഏർലിയസ്റ്റ് നോക്കേണ്ടത്. ഡ്യൂ ഡേറ്റ് ഇല്ലല്ലോ, ഡ്യൂ ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഡ്യൂ ഡേറ്റ് അല്ല, ഡെലിവറി ഡേറ്റ് ആണ് പറയുന്നത്. ഗുഡ്സ് ഡെലിവേർഡ് ഡേറ്റ്, ഗുഡ്സ് ഡെലിവറി ഡേറ്റ് അല്ലെങ്കിൽ ഇൻവോയ്സ് ഡേറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് ഡേറ്റ്, ഇതിൽ ഏർലിയസ്റ്റ് ഏത് ഡേറ്റ് ആണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈം ഓഫ് സപ്ലൈ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഏർലിയസ്റ്റ് ഡേറ്റ് ഏത് വന്നത്, 15 ജനുവരിയാണ്. സോ 15 ജനുവരിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്.
ഓക്കെ. സോ ആദ്യം അതുകൊണ്ട് തന്നെ ടൈം ഓഫ് സപ്ലൈ 15th January ആണ് വരിക. അപ്പം നമ്മുടെ ക്വാർട്ടറിൽ നമ്മൾ ഈ പറഞ്ഞ January to March ഉള്ള ഈ ഒരു ക്വാർട്ടറിൽ ഈ ട്രാൻസാക്ഷൻ വരും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ആ ടൈം ഓഫ് സപ്ലൈൻ്റെ കൺസെപ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം അവിടെ വന്നത്. ഓക്കെ, അപ്പം അതൊന്ന് ഓർക്കണം, കാരണം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ പുറത്തേക്കാണ് വരുന്നതെങ്കിൽ, ടൈം ഓഫ് സപ്ലൈ ഇതിൻ്റെ പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഡേറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ January to March ക്വാർട്ടറിൽ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ ട്രാൻസാക്ഷൻ കാണിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത്. ആ ഒരു ലോജിക്ക് എപ്പോഴും ഓർമ്മയിൽ വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അതുപോലെ വേറൊരു ടൈം ഓഫ് സപ്ലൈ ഉണ്ട്, ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് നടക്കുന്ന ഒന്ന് ഡേറ്റ് ഇൻ. ആ, ചെറിയൊരു ഡൗട്ട്. പറയേ. നമ്മൾ ഈ ടൈം ഓഫ് സപ്ലൈന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോ നമ്മൾ ഈ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവോയ്സ് അറ്റാച്ച്, അതായത് ഇൻവോയ്സ് നമ്പറും ഡേറ്റും വെച്ചിട്ടല്ല നമ്മൾ അതിൽ കാണിക്കുക. വാറ്റ് റിട്ടേണിലോ? വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ടിന്റെ ഇതില് നമ്മൾ ഈ ഡേറ്റും ഇൻവോയ്സ് നമ്പറും അല്ലേ കാണിക്കുക. നമ്മൾ ഇൻവോയ്സ് നമ്പർ ഡേറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എവിടെയും വാറ്റ് റിട്ടേണിൽ. നമ്മളിപ്പോൾ റിട്ടേൺ പ്രാക്ടിക്കൽ ചെയ്ത സമയത്ത് നമ്മൾ ആ ബോക്സിനകത്ത് നമ്മൾ ആ ഇൻവോയ്സിന്റെ ഡേറ്റ് ഏതാ കൊടുക്കണം. നമ്മൾ മൊത്തത്തിൽ കൂട്ടിയിട്ടല്ലേ അടിക്കുക. സോഫ്റ്റ്വെയറിൽ നമ്മൾ അത് സോഫ്റ്റ്വെയറിൽ ഉണ്ടായിക്കോട്ടെ, സോഫ്റ്റ്വെയറിൽ ഉണ്ടായിക്കോട്ടെ, നമ്മൾ വാറ്റ് റിട്ടേൺ കാണിക്കുന്നിടത്ത് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ല? മനസ്സിലായോ? മനസ്സിലായി. അതല്ല, അപ്പോ സോഫ്റ്റ്വെയറില് ഇയർ നമ്മൾ ഈ ക്വാർട്ടറൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്വാർട്ടർ വ്യത്യാസം ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൽ ആ ക്വാർട്ടറിൽ തന്നെ എടുത്തോട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത സാധനത്തിൽ ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ എടുക്കുക ഈ ഒരു മാസത്തിൽ തന്നെ ആയിരിക്കും, പക്ഷേ വാറ്റ് റിട്ടേണിൽ ചിലപ്പോൾ ആ മാസത്തെ വാറ്റ് റിട്ടേണിൽ ഈ എമൗണ്ട് കാണിക്കേണ്ടി വരില്ല. മനസ്സിലായോ? ഓക്കെ, ലോജിക്ക് മനസ്സിലായോ? അത് ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ ചിലപ്പോൾ ജനുവരിയിലുള്ള സെയിൽ ചെയ്യാറും, സോഫ്റ്റ്വെയറിൽ നമ്മൾ ബില്ല് അടിച്ചിട്ടുണ്ടാവും ജനുവരി, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ എടുക്കുന്നത് ജനുവരിയിലായിരിക്കും. പക്ഷേ വാറ്റിൽ നമ്മൾ ആ ജനുവരിയിൽ അത് കാണിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സോഫ്റ്റ്വെയറിലുള്ള ലോജിക്ക് വെച്ചിട്ടല്ല. വാറ്റിൽ നോക്കുക ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഏത് ഡേറ്റിലാണോ വരുന്നത് ആ ഡേറ്റിൽ വെച്ചിട്ടാണ് നോക്കുക. അപ്പോൾ ആ ടൈം ഓഫ് സപ്ലൈക്ക് നമ്മൾ ഇൻവോയ്സ് വെച്ചിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുക. ഗുഡ്സ് ഡെലിവറി ചെയ്തതോ ഇൻവോയ്സ് കിട്ടിയതോ പേയ്മെന്റ് കിട്ടിയതോ ഏതാണോ എയർലി നടന്നത് അന്നത്തെ ഡേറ്റ് ആണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കാണുക. അപ്പോൾ വാറ്റ് റിട്ടേണിൽ അത് ആ ഡേറ്റിലായിരിക്കും വരിക. മനസ്സിലായോ? ഓക്കെ. സോഫ്റ്റ്വെയർ ആ ഒരു ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞ സംഭവം എവിടെ റെക്കോർഡഡ് ആയിട്ടുണ്ടാവില്ലല്ലോ. എവിടെയും റെക്കോർഡ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഈ ഒരു കേസിലാണെന്ന് നമ്മൾ സെയിൽസ് നടത്തിയില്ല, ആദ്യം നമുക്ക് പേയ്മെന്റ് ആണ് റിസീവ് ചെയ്തതെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ പേയ്മെന്റ് നമുക്ക് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സോഫ്റ്റ്വെയറിൽ പേയ്മെന്റ് റിസീവ് ചെയ്ത് ബുക്ക് ചെയ്യില്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു ക്വാർട്ടറിലുള്ള ഒരു പേയ്മെന്റ് എനിക്ക് ആദ്യം കിട്ടി. ഈ ഇൻവോയ്സ് ഒന്നും അടിച്ചിട്ടില്ല, പേയ്മെന്റ് ആദ്യം കിട്ടി. അപ്പൊ ഈ വാറ്റ് റിട്ടേണിൽ ആ പേയ്മെന്റ് കിട്ടിയതിന്റെ പേരിലുള്ള എമൗണ്ട്, അഡ്വാൻസ് എമൗണ്ടിന്റെ പേരിൽ എന്ത് ചെയ്യണം, വാറ്റ് കാണിക്കണം. ഓക്കെ, ഇൻവോയ്സ് ചിലപ്പോൾ ഈ കൊടുക്കുന്നുണ്ടാവുക ഈ മാർച്ചും കഴിഞ്ഞ് ഏപ്രിലായിരിക്കും. അപ്പൊ ഈ വിചാരിക്കും ഇൻവോയ്സ് അടിച്ചത് ഏപ്രിലല്ലേ, അതുകൊണ്ട് ഏപ്രിലത്തെ വാറ്റ് റിട്ടേണിൽ ചെയ്താൽ പോരെന്ന് വിചാരിക്കും. അത് തെറ്റാണ്. പകരം ജനുവരിയിൽ നമുക്ക് ആ ഡേറ്റിന്റെ ഈ ഒരു ഇൻവോയ്സുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് കിട്ടിയതുകൊണ്ട് ജനുവരിയിൽ അത് കാണിക്കണം. കിട്ടിയോ? കണക്ട് ആയോ? ഡ്യൂ ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഡ്യൂ ഡേറ്റ് എനിക്ക് തോന്നുന്നു ഡ്യൂ ഡേറ്റ് നമ്മൾ പറഞ്ഞ ഡെലിവറി ഡേറ്റ് ആയിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ. ഡ്യൂ ഡേറ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡെലിവറി ഗുഡ്സിന്റെ കേസിൽ ഡെലിവറി ഡേറ്റ് ആട്ടോ. ഇനി ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് സർവീസിന്റെ കേസിലായിരിക്കും. സർവീസിലാണ് ഡ്യൂ ഡേറ്റ് ഉണ്ടാവുക. ശരിയായിട്ട് സർവീസിലായിരിക്കും ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവുക. ഗുഡ്സിലാവുന്ന സമയത്ത് ഗുഡ്സ് ഡെലിവർ അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ്ഡ്. ഓക്കെ, സർവീസിന്റെ കേസിലാണത്. പിന്നെ ഇവിടെ ഇമ്പോർട്ട് ഓഫ് സർവീസ് ഉണ്ട്. ഇമ്പോർട്ട് ഓഫ് സർവീസിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസൾട്ടൻസി സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്ക്, 18 ഫെബ്രുവരി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസൾട്ടൻസി സർവീസുകാർക്ക് ഇന്ത്യയിലുള്ള പാർട്ടിക്ക് നമ്മൾ ബില്ല് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് പേയ്മെന്റ് നടത്തുന്നത് നമ്മൾ 10 മാർച്ചിനാണ്. ഇപ്പം ഇനി ഒരു മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ക്വാർട്ടർലി ആയതുകൊണ്ട് ഇത് രണ്ടും ഒരു ക്വാർട്ടറിലാണ് പോയിടുക. ഫെബ്രുവരി മാർച്ച് ഒരു ക്വാർട്ടറിലാണ്. അപ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ ഇത് മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഈ ഫെബ്രുവരിത്തെ വാറ്റ് റിട്ടേണിൽ ഫയൽ ചെയ്യണോ അതോ മാർച്ചിൽ നമുക്ക് പേയ്മെന്റ് കിട്ടിയതുകൊണ്ട് ഈ മാർച്ചിലെ വാറ്റ് റിട്ടേണിലാണോ ഫയൽ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. അത്തരം കൺഫ്യൂഷനിലാണ് നമ്മൾ എന്ത് സഹായിക്കേണ്ടത്, ടൈം ഓഫ് സപ്ലൈ സഹായിക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾ നോക്കുക എന്താ, ഇൻവോയ്സ് ഡേറ്റ് 18-ാം തീയതിയാണ്,
പേയ്മെന്റ് കിട്ടിയത് 10-ാം തീയതിയാണ്. വിച്ച് അവർ ഈസ് എയർലിയർ, ഏതാണോ ആദ്യം നടന്നത് അന്നാണ് ടൈം ഓഫ് സപ്ലൈ എടുക്കേണ്ടത്. അപ്പോൾ ഇൻവോയ്സ് നമ്മൾ 18 ഫെബ്രുവരി ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിലെ വാറ്റ് റിട്ടേണിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം വാറ്റ് റിട്ടേണിൽ കാണിക്കണം, ഈവൻ ദോ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് മാർച്ചിലാണെങ്കിൽ കൂടി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ടൈം ഓഫ് സപ്ലൈ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, സോ അതും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇതിൽ ടൈം ഓഫ് സപ്ലൈ ഇപ്പോൾ 18 ഫെബ്രുവരി വരെ ആണ് വരിക. ഓക്കെ, സോ അതും ഈ ഇതിനകത്ത് തന്നെയാണ് വരിക, അതായത് ഈ ക്വാർട്ടറിനകത്ത് തന്നെയാണ്, ഈ ക്വാർട്ടറിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന വാറ്റ് റിട്ടേണിലുള്ള ക്വാർട്ടറിനകത്ത് തന്നെ വരും. ഇനി ഓക്കെ, സോ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വാറ്റിൻ്റെ കാൽക്കുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലാദ്യം 60,000 ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് വരും, ബാക്കി ഇത് 0 ആയിരിക്കും, ഇത് വാറ്റ് ഉണ്ടാവില്ല, ഇത് 0 ആയിരിക്കും, ഇവിടെയും വാറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഔട്ട് ഓഫ് സ്കോപ്പാണ്, ഇത് ഔട്ട് ഓഫ് സ്കോപ്പാണ്, വാറ്റിൻ്റെ സ്കോപ്പിന് പുറത്തുള്ള ട്രാൻസാക്ഷൻ ആണ്, ഒരേ സോണിൻ്റെ അകത്തുള്ളത്. ഇത് എക്സംപ്റ്റഡ് ആണ്, ഇത് രണ്ടും 0 റേറ്റഡ് ആണ്, അപ്പോൾ ഇത് രണ്ടിലും എന്തുണ്ടാവില്ല, വാറ്റ് ഉണ്ടാവില്ല. സോ 60,000 ആണ് അവിടെ എന്ത് വരിക, ഔട്ട്പുട്ട് വരിക. ഇനി RCM ആയി നമുക്ക് രണ്ട് കേസുകളുണ്ട്. RCM ഒരു 20,000-ന്റെ RCM ഉണ്ട്, ഒരു 66,000-ന്റെ RCM ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഔട്ട്പുട്ടിലും കാണിക്കണം, ഇൻപുട്ടിലും കാണിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് കാണിച്ചിട്ട് നമ്മൾ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം എന്ത് ചെയ്യാണ്, ഇൻപുട്ട് എടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും ഒന്ന് നമ്മൾ കസ്റ്റംസിൽ ഉള്ളതും ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും, രണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ളതാണല്ലോ അല്ലേ, രണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ രണ്ട് ഔട്ട്പുട്ടിലും കാണിക്കുന്നുണ്ട്, രണ്ടും ഇൻപുട്ടിലും കാണിക്കുന്നുണ്ട്. സോ നെറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഔട്ട്പുട്ടും 20,000 ആണ്, ഇൻപുട്ടും 20,000 ആയതുകൊണ്ട് 0 ആയിരിക്കും. അതുപോലെ ഔട്ട്പുട്ടും 6,000 ആണ്, ഇൻപുട്ടും 6,000 ആയതുകൊണ്ട് അത് 0 ആയി പോകും. അതല്ലാതെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇൻപുട്ട് വരുന്ന ഏതാ, ഒരു 30,000 ആണ്. ലോക്കൽ പർച്ചേസിൻ്റെ ഇൻപുട്ട് 30,000 മാത്രമാണുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇൻപുട്ട് വരുന്നത് ക്യാപിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ട ഇൻപുട്ടാണ്. 10 ലക്ഷത്തിൻ്റെ മെഷീൻ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ മെഷീൻ്റെ വർക്കിങ്സിൽ നമുക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ മെഷീനിൽ 70% അല്ലേ, ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ അല്ലേ, മെഷീൻ്റെ 70% ടാക്സബിളും 30% എക്സംപ്റ്റഡും അല്ലേ. അതെ, 70% ടാക്സബിൾ ആണ്, മെഷീൻ്റെ 70% ടാക്സബിൾ ആണ്, 30% മെഷീന് എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് സപ്ലൈസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഷീൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റൽ അസറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പീരീഡൊക്കെ നോക്കും, 10 വർഷം 6 വർഷം അങ്ങനെയൊക്കെ നോക്കും. മെഷീൻ ആണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ എപ്പോഴാണ് നോക്കുക, നമ്മൾ വൺസ് മെഷീൻ വാങ്ങി ഒരു 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമൊക്കെ. ഇപ്പോൾ ഒരു മെഷീൻ വാങ്ങിയ സമയത്ത് ടാക്സബിൾ ആയിരുന്നു, ടാക്സബിൾ സപ്ലൈസിന് വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളായിരുന്നു. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞാരെയാണ് അത് എന്ത് ചെയ്തത്, ടാക്സബിളും എക്സംപ്റ്റഡിനും വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് കാൽക്കുലേഷൻ നടത്തിയിട്ട് ഈ ഇൻപുട്ടിൻ്റെ റിവേഴ്സ് ഒക്കെ നടത്തുക. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് സ്കീമിലായി ചെയ്തത്. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ നമുക്ക് മെഷീൻ വാങ്ങുന്ന സമയത്ത് തന്നെ കമ്പനിക്ക് എന്തുണ്ട്, കൃത്യമായിട്ട് അറിയാം എന്ത്, 70% ടാക്സബിളിനും 30% എക്സംപ്റ്റഡിനുമാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ഏകദേശം എത്ര ഉണ്ടാവും, ടോട്ടൽ ഇൻപുട്ട് എത്ര ഉണ്ടാവും, ടോട്ടൽ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ന്റെ 5% എന്ന് പറയുമ്പോൾ ഏകദേശം 50,000 ഇൻപുട്ട് ഉണ്ടാവും. പക്ഷേ 50,000 ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റൂല അല്ലേ. 50,000-ന്റെ 70% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിവിടെ വേണ്ട, ഇവിടെ കൊടുക്കാം. 50,000-ന്റെ 70% എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് 70%? നമ്മൾ 70% മെഷീൻ്റെ 70% നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുള്ളൂ, ടാക്സബിൾ സപ്ലൈസിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് 35,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 15,000 അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോർഷൻ അതെന്താവും, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആയിട്ട് പോവും, നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് സ്കീമിൽ പഠിച്ച സമയത്ത് കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് നമ്മൾ എങ്ങനത്തെ കേസുകളാണ് പഠിച്ചത്, ഒരു മെഷീൻ വാങ്ങി, ആ മെഷീൻ വാങ്ങിയ സമയത്ത് ടാക്സബിളിനും എക്സംപ്റ്റഡിനും യൂസ് ചെയ്യുകയും പിന്നീട് ഒരു 4 വർഷം കഴിഞ്ഞിട്ടോ 3 വർഷം കഴിഞ്ഞിട്ടോ ഈ മെഷീൻ എക്സംപ്റ്റഡിനും കൂടി ഉപയോഗിക്കുന്ന സമയത്ത് ഇൻപുട്ട് റിവേഴ്സ് ചെയ്യുന്ന സമയത്തേക്കുള്ളതാണ് നമ്മൾ അന്ന് അങ്ങനെയാണ് പഠിച്ചത്. കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ട് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് പഠിച്ചത്. എന്ത്, മെഷീൻ വാങ്ങിയ സമയത്ത് തന്നെ എന്ത് അറിയാം, കമ്പനിക്ക് അറിയാം എന്ത്, 70% ടാക്സബിളിനും 30% എക്സംപ്റ്റഡിനും ആണെന്ന് അറിയാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് എടുത്ത സമയത്ത് തന്നെ, സ്റ്റാർട്ടിങ് ഇൻപുട്ട് എടുത്ത സമയത്ത് തന്നെ ടോട്ടൽ ഇൻപുട്ടിൻ്റെ 70% നമ്മൾ ഇൻപുട്ട് എടുത്തു, 30% നമുക്ക് എന്ത് ചെയ്യില്ല, ഇൻപുട്ട് കിട്ടൂല. അത് ബ്ലോക്ക്ഡ് ഇൻപുട്ട് അല്ലെങ്കിൽ എക്സംപ്റ്റഡിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബ്ലോക്ക്ഡ് ഇൻപുട്ടായി നിൽക്കും. സോ നമ്മുടെ നെറ്റ് ITC എത്ര വരും, ടോട്ടൽ ഇൻപുട്ട് ടാക്സ് എത്ര വരും, ടോട്ടൽ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏകദേശം 91,000 ഇൻപുട്ട് ടാക്സ് വരും. ആൻഡ് നമ്മുടെ ഔട്ട്പുട്ട് ഏകദേശം 86,000 അല്ലേ ഔട്ട്പുട്ട് വരിക? ഔട്ട്പുട്ട് ഏകദേശം 86,000 വരും. ഓക്കെ, സോ ഔട്ട്പുട്ട് 86,000 വരും, ഇൻപുട്ട് 91,000 വരും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി പരിപാടി ഇനി ബോക്സിലേക്ക് പോകലാണ്. 1 സെക്കൻഡ്, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോവാം. ഓക്കെ, സാറേ ഒരു ഡൗട്ട്. ചോദിക്കേ. ഈ ക്യാപിറ്റൽ അസറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് 1730 ആയി കൊടുത്തെന്ന് പറഞ്ഞു. ആ ഇതിപ്പോ വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് മീൻസ് എന്താ പറയാ 30 ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഫുൾ ഇതേപോലെ. ഉം. ഇത് ഞാൻ യൂസ് എങ്ങനെ വരിക അതിന്റെ എൻട്രി മീൻസ് എങ്ങനെ വരിക അതിന്റെ ട്രാൻസാക്ഷൻ? മനസ്സിലായില്ല. 38 ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ഈ വർഷം എടുത്ത സമയത്ത് തന്നെ 30% എക്സംപ്റ്റഡ് ആണ്. നമുക്ക് ആ 30% ഇൻപുട്ട് നമുക്ക് എടുക്കാനേ പറ്റൂല. ഓക്കെ, അല്ല വീണ്ടും ഇതേപോലെ അത് എക്സെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഫുള്ള് നമ്മൾ ടാക്സബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അപ്പൊ ഇത് വീണ്ടും അടുത്ത വർഷം ആ അടുത്ത വർഷം നമ്മൾ ഈ 30% മാറിയിട്ട് 70% എടുത്തു. അല്ല, അതെ 100%. 100. അങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് തിരിച്ചു കൊണ്ടുതന്നെ എടുക്കാം, ക്ലെയിം ചെയ്തെടുക്കാം. റിവേഴ്സ് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ അവിടെ എന്താ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഇത് പറഞ്ഞ പോലെ ഓരോ ഇയർത്തെ ഇൻപുട്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഈ 50,000-നെ 10 ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ വർഷം എത്ര ഇൻപുട്ട് വരും എന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡിന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പോർഷൻ നമുക്ക് കിട്ടൂല. ബാക്കിയുള്ള 9 വർഷത്തിന്റെ 30% കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മൾ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഡിവൈഡർ ബൈ 10. നമ്മൾ മൂവബിൾ അസറ്റ് ആണെങ്കിൽ 10, അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആണെങ്കിൽ 6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ടൈം പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അസറ്റുകളുടെ ഒക്കെ ലൈഫ് കാണാൻ. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങി. ഇപ്പം മൂപ്പര് ചോദിച്ച ഡൗട്ട് നല്ലൊരു ഡൗട്ടാണ്. നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങി. ഇപ്പോൾ ഒരു അസറ്റ് വാങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ 1730 ആയിരുന്നു. നമ്മൾ ഇതേപോലെ എന്തായി 30 എക്സംഷനിൽ കാണിച്ചു. ടാക്സബിൾ ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷമായപ്പോൾ ഈ അസറ്റ് മുഴുവനും ടാക്സബിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്? അപ്പൊ നമുക്ക് ആദ്യം ഉപയോഗിച്ച് പോയ ഈ 3 കൊല്ലത്തെ ഇൻപുട്ട് നമുക്ക് കിട്ടൂല. അത് പോയി, അത് ആ എക്സംപ്റ്റഡിന് പോയതുകൊണ്ട് അത് പോയി. ഇനി വരാൻ പോകുന്ന 7 വർഷത്തേക്കുള്ള ഇൻപുട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ പോർഷൻ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക? അതിന്റെ ലൈഫ് കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ഇൻപുട്ടിനെ 10 കൊണ്ടോ അല്ലെങ്കിൽ 6 കൊണ്ടോ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 10 മൂവബിളിനും ഇമ്മൂവബിളിന് 6 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. സോറി, ഈ മൂവബിളിന് 10ഉം മൂവബിളിന് 6 ഇയർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ വർഷത്തെ ഇൻപുട്ട് എന്ത് ചെയ്യും? കഴിഞ്ഞു പോയ വർഷത്തൊക്കെ ഒഴിവാക്കും. എന്നിട്ട് ബാലൻസ് വരുന്ന വർഷം എത്ര ഉണ്ടോ ആ വർഷത്തിന്റെ ഇൻപുട്ടിന്റെ 30% പോർഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ആയിട്ട് കൊണ്ട് തന്നെ തിരിച്ച് ക്ലെയിം ചെയ്യാം. അപ്പൊ അത് 2 രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതായത് ടാക്സബിൾ ആയിരുന്ന ഒരു സാധനം എക്സംപ്റ്റഡ് ആവുമ്പോൾ തിരിച്ചും, എക്സംപ്റ്റഡിൽ നിന്നിരുന്ന ഒരു സാധനം ടാക്സബിൾ ആവുമ്പോഴും തിരിച്ച്. മോബിൾ 5 or 6, 5 വരില്ല, 5 ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, 5. 6 KSA ലാണ്, സോറി, 6 സൗദിയിലാണ്, 5 ആണ്. ഓക്കെ, സോ അതോടുകൂടി എന്തായി? അസറ്റിന്റെ സ്കീം കംപ്ലീറ്റ് ആയി. നമ്മൾ വാറ്റിന്റെ റിട്ടേണിലേക്ക് ഒന്ന് പോവാം. യൂഷ്വൽ 1 സെക്കൻഡ്. ഒറ്റ സെക്കൻഡ്, ഞാനൊന്ന് ലോഗിൻ ചെയ്താട്ടെ.
ഓക്കെ, ഞാൻ പോർട്ടലിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യാമെന്നായിരുന്നു. കുറച്ച് പിന്നെ ആലോചിച്ച സ്ക്രീൻഷോട്ടിൻ്റെ ആവശ്യം, നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യണമൊന്നുമില്ല, ജസ്റ്റ് നമ്പർ എവിടേക്ക് വരും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. സോ വാറ്റ് റിട്ടേൺ ഫയൽ നമുക്ക് നമ്മൾ ഡാറ്റ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സെയിൽസ് എവിടെ വരും, പർച്ചേസ് എവിടെയൊക്കെ വരും, അല്ലെങ്കിൽ എവിടെയൊക്കെ ഇൻപുട്ട് എത്ര വരും, എന്തൊക്കെ വരും എന്നൊക്കെ നമ്മൾ ഡാറ്റ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ബോക്സിലേക്ക് ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഓപ്പൺ ചെയ്തു, ലോഗിൻ ചെയ്തു, ടാക്സബിൾ പേഴ്സൺ ഓപ്പൺ ചെയ്തു. അറിയുന്നു ഞാൻ വിചാരിക്കുന്നു കേട്ടോ, ആർക്കും കൺഫ്യൂഷൻ ഇല്ല വിചാരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ വന്നു, വാറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു, നേരെ അങ്ങോട്ട് പോവാ, മൈ ഫയലിങ്സിൽ പോവാ. പുതിയ ഫയലിംഗ് ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല, ഓൾറെഡി ഫയൽഡ് ഇതിൽ തന്നെ ചെയ്യേണ്ടി വരും. പുതിയ ഫയലിംഗ് ഓപ്പൺ ആയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ ഫയലിംഗ് ഇനി ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ ഓപ്പൺ കാണിക്കും. ഇപ്പോൾ ഓൾറെഡി ഫയൽഡ് ആയതുകൊണ്ട് അതുണ്ടാവില്ല. നമുക്ക് ഈ ഓൾറെഡി ഫയൽഡ് ഉള്ള ഇതിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ആണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുന്നതും ഇമ്പോസിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ വാറ്റ് റിട്ടേൺ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വ്യൂ കാണിച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഞാൻ വാറ്റിൻ്റെ റിട്ടേൺ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആണ് ഡൗൺലോഡഡ് വെർഷൻ. നമ്മൾ അവിടുന്ന് ചെയ്യുന്ന പോലെയല്ല, ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ അല്ലേ വേണ്ടല്ലേ, അവിടെ തന്നെ ചെയ്യാം, കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അവിടെ ആകുമ്പോൾ, ഇത് ഡൗൺലോഡഡ് ആകുമ്പോൾ കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാവും. ടൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, വ്യൂ കൊടുത്തു. ഓക്കെ, ഇതായിരിക്കും കുറച്ചും കൂടി, ഇതായിരിക്കും കറക്റ്റ് പിക്ചർ വരിക. ഓക്കെ, നമ്മുടെ ട്രാൻസാക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം നമുക്ക് ഇവിടെ കൊടുക്കണം എന്നുള്ളത്. ആദ്യം സെയിൽസിൻ്റെ 12ഉം 12ഉം ഏത് ബോക്സിൽ ആഡ് ചെയ്യേണ്ടി വരും, ഏത് ബോക്സിൽ ആഡ് ചെയ്യുക, ബോക്സിന്റെ നമ്പർ പറഞ്ഞാൽ മതി, കാണുന്നില്ലേ? ഫസ്റ്റ് ബോക്സ്. ഫസ്റ്റ് ബോക്സ് തന്നെയാണോ വരിക? നമ്മുടെ കമ്പനി എവിടെയുള്ള, ജസ്റ്റ് ക്വസ്റ്റ്യനിൽ എവിടെയുള്ള, ഏത് കമ്പനിയാണ്? ദുബായ് മെയിൻലാൻഡിലാണ് നമ്മുടെ കമ്പനി. ദുബായ് മെയിൻലാൻഡിലാണ്. 1B വരിക, 1A അല്ല, 1B അബുദാബിയിലല്ല സെയില്, ദുബായിലാണ് സെയില്. അപ്പോൾ അതിൽ ആദ്യം ടാക്സബിൾ വാല്യൂ 12, ഈ 12 ഈ ബോക്സിലാണ് വരിക, അറിയാൻ ഞാൻ വിചാരിക്കുന്നു. 12 ഈ ബോക്സിൽ, വാറ്റ് എമൗണ്ട് ഈ ബോക്സിൽ, 60,000 ഈ ബോക്സിൽ. അപ്പോൾ അത് ഓക്കെ. ആദ്യത്തെ ആൾ നമ്മൾ ആഡ് ചെയ്തു. രണ്ടാമത്തെ ആൾ എക്സ്പോർട്ട് സെയിൽസ് എവിടെ വരിക? വണ്ണ് ഫുള്ള് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു, കാണിച്ചു. ഇനി 2, 3, 4, 5, 6, 7 വരിക. ഇതിലാണ് വരിക 4 അല്ലേ? എക്സ്പോർട്ടാണ്, 0 റേറ്റഡ് ആണ്. അപ്പോൾ 4 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വാല്യൂ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ സെയിൽസ് ഡെസിഗ്നേറ്റഡ് സോൺ എവിടെയെങ്കിലും ആഡ് ചെയ്യണോ? എവിടെയെങ്കിലും ആഡ് ചെയ്യണോ? കൺഫ്യൂഷൻ ആയോ? 5 ആഡ് ചെയ്യാൻ പറ്റുമോ? 5 ആഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ അല്ല ഇത് ആക്ച്വലി. ഇത് 5 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എവിടെ ആഡ് ചെയ്യണ്ട, കാരണം ഇത് വാറ്റിന്റെ സ്കോപ്പിന് പുറത്തുള്ള ട്രാൻസാക്ഷൻ ആണ്, എക്സംപ്റ്റഡ് അല്ല, എവിടെ ആഡ് ചെയ്യണ്ട. ഓക്കെ, സോ ഔട്ട് ഓഫ് സ്കോപ്പ് വാറ്റുള്ള ട്രാൻസാക്ഷൻസ് വാറ്റിന്റെ റിട്ടേണിൽ കാണിക്കണ്ട. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ലല്ലോ, ഔട്ട് ഓഫ് സ്കോപ്പ് എന്നുള്ളത്. അത് എവിടെയും ആഡ് ചെയ്യണ്ട. ഓക്കെ, അടുത്തത് 6 കൺസൾട്ടൻസി ഇൻകം. ഇതെവിടെ ആയിരിക്കും? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, 4ന്റെ കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഇതും കൂടി ഒരുമിച്ചാണ് ആഡ് ചെയ്യുക. റെസിഡൻഷ്യൽ ലീസ് ഇൻകം ഇതോടെ ആഡ് ചെയ്യണം. ഇതേല വരിക, 5. അത് 5 കറക്റ്റ്. അത് എക്സംപ്റ്റഡ് 5. എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഒരാൾ മാത്രം പറയുമ്പോൾ ആരും അറിയാത്ത ആരും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്ത് ചെയ്യണം, എക്സംപ്റ്റഡിൽ ഇവിടെ 5-നകത്താണ് ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ പർച്ചേസ് ഓഫ് ഇമ്പോർട്ട് ഗുഡ്സ് ഇത് 2 RCM 2 RCM ഉണ്ട്, ഇവിടെ ആഡ് ചെയ്യാം. എവിടെ ആഡ് ചെയ്യും നമ്മൾ? 3 ആഡ് ചെയ്യാം. ഓക്കെ, സപ്ലൈ സബ്ജക്ട് ടു റിവേഴ്സ് ചാർജ് പ്രൊവിഷൻസ് എന്നുള്ള
ഈ കോളത്തിനകത്താണ് ഇതിന്റെ രണ്ടിന്റെയും ഔട്ട്പുട്ട് എമൗണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ തെറ്റിപ്പോയരുത്. സപ്ലൈ സബ്ജക്ട് ടു റിവേഴ്സ് ചാർജ്, അതിന്റെ വാറ്റും 20,000 6,000 വാറ്റ് എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ഈ രണ്ട് കോളത്തിൽ വരും. ഓക്കെ, അല്ല രണ്ട് കോളമല്ല, ഈ ഒരു കോളത്തിൽ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഈ 4ഉം 1,20,000 കൊണ്ട് വേണ്ടിയിട്ട് ഇവിടെ അടിക്കുക. അതിന്റെ ഔട്ട്പുട്ട് വാറ്റ് ഈ കോളത്തിനകത്ത് വരും. സോ സെയിൽസ് എമൗണ്ട് ഫുള്ള് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി പർച്ചേസിന്റെ സൈഡിലേക്ക് പോവാം. പർച്ചേസിന്റെ സൈഡിൽ അല്ലെങ്കിൽ എക്സ്പെൻസിന്റെ സൈഡ്, ആദ്യത്തത് ലോക്കൽ പർച്ചേസ് ഉണ്ട്. ലോക്കൽ പർച്ചേസിന്റെ 30,000 6 lakh ഉണ്ട്. ഇവിടെ ആഡ് ചെയ്യാം. ഈസി. നമ്മൾ എന്തിൽ ആഡ് ചെയ്യാം, ഏത് കോളത്തിലായിരിക്കും? 9ല് സ്റ്റാൻഡേർഡ് റേറ്റഡ് എക്സ്പെൻസ് എന്നുള്ള 9ാമത്തെ കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ടാക്സബിൾ എമൗണ്ട് 6 lakh ഇവിടെ ആഡ് ചെയ്യുക. അതിന്റെ വാറ്റ് എമൗണ്ട് 30,000 അവിടെ ആഡ് ചെയ്യുക. ഈസി. പിന്നെ 2 RCMന്റെ ഇൻപുട്ട് ഉണ്ട്. നമ്മൾ മേലെ കൊടുത്ത 2 RCMന്റെ ഇൻപുട്ടുകൾ, അത് എവിടെ ആഡ് ചെയ്യും, ഇതിൽ ആഡ് ചെയ്യുക. ഇല്ല വരിക, ഈസി അല്ലേ? 10ല്. യെസ്, കറക്റ്റ് ആണ്. 10ലാണ് നമുക്ക് വരിക. സപ്ലൈ സബ്ജക്ട് ടു റിവേഴ്സ് ചാർജ് പ്രൊവിഷൻസിലാണ് ആ 2 RCMുമായി ബന്ധപ്പെട്ട ടാക്സബിൾ വാല്യൂ ഇവിടെ ആഡ് ചെയ്യുക. അതിന്റെ ടാക്സ് എമൗണ്ട്. അപ്പോൾ RCM എന്തായി, നെറ്റ് 0 ആയി പോയി. കാരണം ഇവിടെ നമ്മൾ RCM ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചു, അതേ RCMന്റെ ഇൻപുട്ട് നമ്മൾ ഇതിലെടുത്ത് കാണിച്ചു. നെറ്റ് RCM 0 ആയി പോയി. ഇനി എന്തുണ്ട്, നമുക്ക് മെഷീനുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ട മെഷീനുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ട് എത്ര ഉണ്ട്, ഏകദേശം നമ്മൾ എടുക്കുന്നത് 35,000 ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ട് ഇവിടെ ആഡ് ചെയ്യും. ആ ഇൻപുട്ട് ഇതിൽ ആഡ് ചെയ്യും. എവിടെ ആഡ് ചെയ്യും? 9 തന്നെ ആഡ് ചെയ്യുക. കറക്റ്റ്, 9 തന്നെ അതെന്ത് ചെയ്താൽ മതി, കൂട്ടി ആഡ് ചെയ്താൽ മതി. വേറെ എവിടെയും കൊണ്ടുപോയി അടിക്കണ്ട. 9 തന്നെ ആ എമൗണ്ട് എന്ത് ചെയ്താൽ മതി, എത്രയാണോ നമ്മളെ മെഷീൻ്റെ ഇൻപുട്ട് നമ്മൾ എടുക്കുന്നത് ആ എമൗണ്ട് 9 തന്നെ ആഡ് ചെയ്താൽ മതി. സോ അതോടുകൂടി എന്തായി, നമ്മുടെ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്. സോ നമുക്ക് റീഫണ്ട് ആയിരിക്കും 86 ഔട്ട്പുട്ടും 91 ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വരുമ്പോൾ 5,000 നമുക്ക് ടാക്സ് മൈനസ് ആയിട്ട് കാണിക്കും. സോ റീഫണ്ട് കിട്ടാനുള്ള പോലെ 5,000 മൈനസ് എടുക്കും. ഓക്കെ, സോ ഇതേപോലെ കോളം ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ഓതറൈസ്ഡ് സിഗ്നേറ്ററിയിലേക്ക് ഡിക്ലറേഷൻ പോവും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാറ്റ് റിട്ടേൺ ആയി. ഓക്കെ, സോ നമ്മൾ ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ പേയ്മെന്റ് ചെയ്യണത് കാണിക്കാൻ പറ്റുമോ? പേയ്മെന്റ് ചെയ്യുന്നത് കാണിക്കണം. നമ്മൾ ശരിക്കും വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണടാ. ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജിബാൻ അക്കൗണ്ടിലേക്ക് പോകും. വാറ്റ് ബാങ്ക് അക്കൗണ്ട് ഏതാ നോക്കും. അത് ഒരട്ടം ചെയ്താൽ മനസ്സിലാവും. എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ചോദിച്ചോണ്ടു. വാറ്റ് പേ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോർമലി നമ്മൾ ബാങ്കിൽ സ്റ്റെപ്പ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ. പേയ്മെന്റ് അക്കൗണ്ട് കാണിക്കും, അതിലേക്ക് പോകും, പേ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് പേ ചെയ്തില്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ട് മൈ പേയ്മെന്റ്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ടോട്ടൽ പേയ്മെന്റ് ഏതാന്നുള്ളത്. പേയ്മെന്റ് ചെയ്യുന്ന കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പേ ചെയ്യേണ്ടി വരില്ലേ, ടാക്സ് അടക്കേണ്ടി വരില്ലേ. അപ്പൊ അത് ഇത് പുതിയത് ഇപ്പൊ നമ്മള് വാറ്റില് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പുതിയ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ വന്നെടുക്കുന്നുണ്ടാവും. അതിലാ ചെയ്യുക. അത് ഏത് പീരീഡിലെ വരിക? നമ്മളെ ടാക്സ് പീരീഡ് ഏതാണോ ആ ടാക്സ് പീരീഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടാക്സ് പീരീഡ് ഓപ്പൺ ആയി വരും. ഇപ്പൊ നമ്മളെ ക്ലയന്റിന് ഫുള്ളി ടാക്സ് പീരീഡ് കംപ്ലീറ്റ് ആയി. അപ്പൊ അതുകൊണ്ടാണ് സബ്മിറ്റഡ്. ഇനി അടുത്ത ടാക്സ് പീരീഡ് ഓപ്പൺ ആകുമ്പോൾ അവർക്ക് വരും. ഓക്കെ, അപ്പോ അതാണ് വാറ്റിന്റെ റിട്ടേൺ ഫയലിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി ആയി ഞാൻ വിചാരിക്കുന്നു. ഇനിയും ക്ലാരിറ്റി ഇല്ലാത്ത ആരും ഉണ്ടെങ്കിൽ പറയണം. ഒരിക്കലും ക്ലാരിറ്റി ഇല്ലാത്ത ആരും ഉണ്ടാവരുത്. ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ വന്നതും കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ തപ്പി പിടിച്ചതൊക്കെ എവിടുന്നാണ്, ഇവിടെയാണ്. ഇത് ഏതാ വരിക ഇപ്പൊ ഈ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത സമയത്ത്, ടൈം ഓഫ് സപ്ലൈ ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് അത് വരും, ഇത് വരില്ലേ, അല്ലെങ്കിൽ ഈ ഔട്ട് ഓഫ് സ്കോപ്പ് ഏതാ. ഇപ്പൊ പലർക്കും ഡെസിഗ്നേറ്റഡ് സോണിലുള്ള വാറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്. അപ്പൊ ഞാൻ അന്നേ ക്ലാസ് തുടങ്ങുന്ന അന്നേ നിങ്ങളോട് പറയുന്നതാണ്, വാറ്റ് പ്രാക്ടിക്കലി ഫയൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. തിയറിറ്റിക്കലി ഈ സൈഡ് അറിയുക എന്നുള്ളതാണ് സ്കില്ല്. ഇതറിയാനാണ് പണി. അപ്പൊ ഇതൊന്നും കൂടി സ്ട്രോങ് ആക്കുക. ഏത് സൈഡും ചോദിച്ചാലും ഇപ്പൊ സോണിന്റെ അകത്തുള്ള വാറ്റിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞാണ്, 2 ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അതൊക്കെ ഒന്നും കൂടി ഒന്ന് പൊടി വെട്ടുക, അതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കമ്പ്യൂട്ടേഷൻ ഷീറ്റ് ഇപ്പൊ കണ്ടോ, ഒരു ട്രയൽ ബാലൻസ് കിട്ടി അതിനൊരു കമ്പ്യൂട്ടേഷൻ ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ
ഇതേപോലെ ഒരു എക്സൽ ഷീറ്റിലേക്ക് കമ്പ്യൂട്ടർ ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കൊടുത്തിട്ട് ഈ വാറ്റ് റിട്ടേണിൽ ഫയൽ ചെയ്യാൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. ഈസിയാണ്, ഒരട്ടം നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ഇത് ഉണ്ടാക്കാൻ കുറച്ച് കഴിവ് വേണം. ഇത് ഔട്ട്പുട്ട് ആണോ ഇൻപുട്ട് ആണോ എന്ന് തീരുമാനിക്കാൻ കുറച്ച് കഴിവ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്യുപ്ഡ് ആവേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. സോ നമ്മൾ ഒരു സൈഡ് പോലും തിയററ്റിക്കലി നിങ്ങൾക്ക് വാറ്റിൽ ഇനി ഒരു സൈഡും UAE വാറ്റിൽ ഓടി നോക്കണ്ട. എല്ലാം നമ്മൾ ക്ലാസ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡും എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും. പ്രാക്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ പോകും പറഞ്ഞ പോലെ പേയ്മെന്റിന്റെ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സൈഡും പ്രാക്ടിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുക. ക്ലാസ് ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടി ഒന്ന് കണ്ട് ഇനി സ്പീഡായിട്ട് കാണാമല്ലോ. 2x ഇട്ടിട്ടോ 3 ഇതിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സ്പീഡായിട്ട് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, വാറ്റ് റിട്ടേൺ ഫയലിങ് പെർഫെക്റ്റ് ആക്കുക. ഒരാളും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പനിയുടെ വാറ്റ് റിട്ടേൺ ഫയലിങ്ങിലേക്ക് നിങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിലേക്ക് സ്വമേധ നമ്മളൊരു ഇൻപുട്ട് എടുത്തിട്ട് നമുക്ക് ചോദിക്കാം. നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നമ്മളും കൂടി റെഡി ആണെന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സാലറിയിൽ ഒരു ഹൈക്കോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചോദിക്കുക, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ റെഡിയാണ്, നമുക്ക് അറിയാം എന്നുള്ള രീതിയിൽ പറയാം. ഇനി കമ്പനീൻ്റെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാവരോടും പറയുന്നതാണ്, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ പരിചയത്തിൽ തന്നെ ചെറിയ ചെറിയ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോട് എന്ത് ചെയ്യുക, പേഴ്സണലി ചോദിക്കുക, നിങ്ങളെ വാറ്റ് റിട്ടേൺ ഞാൻ ചെയ്തുതരാം. ചെറിയ ടേൺ ഓവറിൽ, വലിയ ടേൺ ഓവറിലൊന്നും പോയി തല വെക്കണ്ട. വലിയ ടേൺ ഓവറിലെങ്കിൽ അതിന്റെ വാറ്റ് റിട്ടേണിന്റെ സൈഡ് മാത്രമല്ല അവരെ തലവേദന, അവരെ അക്കൗണ്ട്സും കൂടി പിന്നെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ബുക്ക് കീപ്പിംഗ് മൊത്തത്തിലാകെ തലവേദന കൂടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കൺസൾട്ടൻസി ഫേമായി മാറേണ്ടി വരും പൊതുവെ. അതല്ലാതെ നിങ്ങളെ വർക്കിന്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് അങ്ങനെ കൺസൾട്ടൻസിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, അതും നല്ല ഓപ്ഷനാണ്. അല്ലാത്ത നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വാറ്റ് ഫയലിംഗ് നിങ്ങളുടെ വർക്കിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 ദിർഹംസിന് 2000 ദിർഹംസിന് 3000 ദിർഹംസിനൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫയലുകളുണ്ട്. അത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യാം, ചെയ്യുക. അപ്പൊ ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച സാധനം രണ്ട് രീതിയിൽ ഉപയോഗിക്കുക. ഒന്നെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകണം. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, കമ്പനിന്റെ വാറ്റിന്റെ റിട്ടേൺ ഫയലിംഗിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും, അല്ലാതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് കുറച്ച് എവിടുന്നെങ്കിലും ഒരു 2000 ദിർഹംസിൻ്റെങ്കിലും ഒരു വാറ്റ് റിട്ടേൺ ഫയലിംഗ് എവിടെന്നെങ്കിലും പരിചയത്തിലുള്ളവരോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ പേടി ഉണ്ടാവും, ഞാൻ ചെയ്തിട്ട് കൺഫ്യൂഷൻ ആവോ തെറ്റുമെന്ന് പേടിക്കണ്ട. എന്ത് ഹെൽപ്പിനും മെസ്സേജ് അയച്ചാൽ മതി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ധൈര്യത്തിൽ എടുക്കണം. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാറ്റിന്റെ ക്ലാസ് കഴിഞ്ഞു, നമ്മളിന്ന് കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞോടുകൂടി ഇനി എന്ത് ചെയ്യണം, ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾ എന്തിലെങ്കിലും ഒന്നിൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്കിൽ അപ്ഗ്രേഡ് ആയി അല്ലെങ്കിൽ സ്കില്ല് റിലേറ്റഡ് കോഴ്സ് അങ്ങനെയല്ലേ പറയാ, സ്കില്ല് കൂട്ടാൻ വന്നതല്ലേ നിങ്ങളൊക്കെ. അപ്പോൾ സ്കില്ല് കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കില്ല് കൊണ്ട് നമുക്കൊരു മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ അടിച്ച ഫീസെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് ഈ പഠിച്ചുകൊണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലല്ലോ. അപ്പൊ അത് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്കില്ല് മോണിറ്റൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ അത് സ്കില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് CV എഴുതുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പൊ ഈ സ്കില്ല് പൈസ ആക്കാൻ പറ്റണം. ഇതിന് പൈസ ആക്കാനുള്ള രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, കമ്പനിയുടെ വാറ്റ് റിട്ടേണിന്റെ കൂടെ ചേരുക, വാറ്റ് റിട്ടേൺ ടീമിലേക്ക് ചേരുക, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കമ്പനിയിൽ നിന്ന് ഒരു ഹൈക്ക് നിങ്ങൾ നേടിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇതേപോലെ ചെറിയ ചെറിയ ഏതെങ്കിലും ക്ലയൻസിനൊക്കെ നിങ്ങളെ പരിചയത്തിലോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ക്ലയൻസിന് എടുക്കുക. ഈ രണ്ട് സൈഡിലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇത് വാറ്റ് റിട്ടേൺ ഭയങ്കര തലവേദന ആവോ ഇതാവും. ഞാൻ പറഞ്ഞു വലിയ ഫയലുമൊക്കെ ഒന്നും പോയി തൊടാൻ നിൽക്കണ്ട. ചെറുതാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്തോ, ധൈര്യത്തിൽ ഇങ്ങോട്ട് ചോദിച്ചോ. ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആദ്യത്തെ ഒരു 2-3 മാസം എന്ത് ചെയ്യാം, ഇതൊന്ന് ട്രാക്ക് ആവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ട്രാക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു സൈഡ് ഇൻകം കൂടി അതുമോ കിട്ടും. അപ്പൊ അതും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ച സാധനം ആ രീതിയിൽ യൂസ് ചെയ്യുക. അല്ലാതെ വെറുതെ ഈ സാധനം ഒഴിവാക്കി വിടരുത്. ഇന്ന് ക്ലാസ് കഴിഞ്ഞോടുകൂടി പരിപാടി വിടരുത്. ഇത് ഒരു സൈഡിലൂടെ എന്തെങ്കിലും ഒരു രൂപത്തിൽ ഇത് എന്ത് ചെയ്യുക, മോണിറ്റൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇനി 10-ാം തീയതി തൊട്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷൻസ് ഉണ്ടാവുക. ഇന്നത്തോടുകൂടി നമ്മളെ വാറ്റിന്റെ സെഷൻ കഴിഞ്ഞു. നാളെ ക്ലാസ് ഇല്ല. 10-ാം തീയതി കോർപ്പറേറ്റ് ടാക്സ് ആണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് വേറെ ഫാക്കൾട്ടി ആയിരുന്നു നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുക. ഇതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ഇതേപോലെ തന്നെ ആയിരിക്കും. തിയററ്റിക്കലി കോർപ്പറേറ്റ് ടാക്സ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നതിന് ശേഷം പ്രാക്ടിക്കലി ഉള്ള കോർപ്പറേറ്റ് ടാക്സിന്റെ ഫയലിംഗിലേക്കാണ് പോവുക. അപ്പോൾ അതും സെയിം ഫോളോ കാര്യങ്ങൾ സാറ് പറയും, എടുക്കുന്ന ആൾ പറയും. ഓക്കെ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്, വാറ്റിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഡൗട്ട്. പറഞ്ഞോ.
അതായത് നമ്മളിപ്പോ ഈ ഒരു ട്രയൽ എടുത്തിട്ടാണല്ലോ ഇപ്പൊ നമ്മള് ചെയ്തു നോക്കിയത്. ആ അപ്പൊ നമ്മളിപ്പോ ഒരു കറണ്ടിൽ ഒരു കമ്പനിയുടെ ട്രയൽ ബാലൻസ് എടുത്ത് നിൽക്കുകയാണ് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ അതിൽ സെയിൽസിൽ ഉം, നമുക്ക് പ്രീവിയസ് ക്വാർട്ടറിൽ ഏതെങ്കിലും ഇൻവോയ്സുകൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഉം. അങ്ങനെ ട്രയൽ എടുത്ത് ചെയ്താൽ അത് ക്ലിയർ ആവില്ലല്ലോ. ട്രയൽ എടുത്ത് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് കീപ്പിങ്ങിന്റെ ഒരു സൈഡും കൂടി നമുക്ക് അറിയണം. ഇനി ഏതെങ്കിലും പ്രീവിയസ് ക്വാർട്ടറത്തെ സെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രയൽ മാത്രം എടുത്താൽ ചെയ്യാൻ പറ്റില്ല, ബുക്ക് കീപ്പിംഗ് വേണ്ടി വരും, ചെറിയൊരു അക്കൗണ്ട്സ് സൈഡ് വേണ്ടി വരും. അപ്പൊ അവിടെ ഓക്കെ, അക്കൗണ്ടന്റ് അപ്പൊ ഉണ്ടാവില്ലേ? എങ്ങനെ? ഉം. ഓക്കെ, അല്ല അപ്പൊ നമ്മൾ തന്നെയാണ് അക്കൗണ്ടന്റ്. അപ്പൊ ആ നമ്മൾ എങ്ങനെയാണ് അപ്പൊ എങ്ങനെയാ റിപ്പോർട്ട് എടുക്കാം? എങ്ങനെ പ്രീവിയസ് വാറ്റ് റിട്ടേണിൽ എന്തെങ്കിലും മിസ്സായി പോയിക്കണോ എന്നുള്ളതോ? അല്ല, നമുക്ക് ഈ കറന്റ് ക്വാർട്ടറിൽ പ്രീവിയസത്തെ ഒരു ഇൻവോയ്സോ അല്ലെങ്കിൽ ആ ഔട്ട്പുട്ടോ ഇൻപുട്ടോ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ട്രയൽ എടുക്കാതെ ആ അതിന്റെ റിപ്പോർട്ട് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ മറ്റേ ഔട്ട്പുട്ട് വാറ്റിന്റെ റിപ്പോർട്ട് എടുത്താൽ മതിയോ? മതി, അവിടുന്ന് എടുത്തിട്ട് നോക്കുക. സെയിൽസ് അല്ലെങ്കിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വെച്ചിട്ടോ ട്രയൽ എടുത്തിട്ടോ, ഇനിയിപ്പോൾ അക്കൗണ്ട്സ് തന്നെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഖല്ലേ, അത് നോക്കിയാൽ പോരാ. സെയിൽസിൽ എവിടെയെങ്കിലും മിസ്സായ ബില്ലുണ്ടോ, പർച്ചേസിൽ മിസ്സായ ബില്ലുണ്ടോ എന്ന് ജസ്റ്റ് 2 മാസത്തോ അല്ലെങ്കിൽ 2 ക്വാർട്ടർ പിറകിലോട്ടോ പോയി നോക്കുക. അത് ഏത് സൈഡിൽ കൂടി നോക്കാം, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൂടി നോക്കണേ നോക്കാം, ട്രയൽ ബാലൻസ് കൂടി നോക്കാം. എവിടെയെങ്കിലും ഇൻവോയ്സ് മിസ്സായിക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചൂടെ. ഞാൻ വിചാരിച്ച അക്കൗണ്ട്സിൽ നമുക്ക് ആളില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, അക്കൗണ്ട്സിൽ നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ ഏതൊക്കെ ബില്ല് മിസ്സായിക്കണേ ഏതൊക്കെ ഇതുള്ളത്. അത് വെച്ചിട്ട് ഇവിടെ അടുത്ത വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൂട്ടി ആഡ് ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാ. ഓക്കെ, സോ ഇനി അടുത്ത് എന്തെങ്കിലും സെഷൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കാണാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായി റെഡി ആയിട്ടെ. എല്ലാവരുടെ ലൈഫിൽ സാറിന്റെ ക്ലാസ് ഇനി ഉണ്ടാവില്ല? ഇനി കോർപ്പറേറ്റ് ടാക്സ് വേറെ ഫാക്കൽറ്റി ആയിരിക്കും ഉണ്ടാവുക. ഈ സോഹോന്റെ ക്ലാസ് ഇല്ലേ, ആ ആ ആ അതാരായിരിക്കും? ഈ അക്കൗണ്ട്സിന്റെ സെഷനിൽ ഇരുന്നിട്ടില്ല അല്ലേ? അക്കൗണ്ട്സിന്റെ സെഷനിൽ ഇല്ല. ഇരിക്കാത്തവർക്ക് ഇനി അക്കൗണ്ട്സിന്റെ സെഷൻ ഞാൻ ഉണ്ടാവും, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ സെഷനിൽ ഉണ്ടാവും. ഇപ്പൊ ഉണ്ടാവും ഓക്കെ, അതെന്നാ സ്റ്റാർട്ട് ചെയ്യാം? അത് ഇത് കഴിഞ്ഞിട്ടായിരിക്കും, കോർപ്പറേറ്റ് ടാക്സ് കഴിഞ്ഞിട്ട്. കോർപ്പറേറ്റ് ഓക്കെ ടാക്സ് ആയിരിക്കും ആദ്യം വരും. ഇപ്പൊ ഈ ക്ലാസ്സിൽ കോർപ്പറേറ്റ് ടാക്സിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൽ ഇരുന്ന ആൾക്കാരും ഉണ്ടാവും. അവരോടാ പറയണത്. അവർക്ക് കോർപ്പറേറ്റ് ടാക്സ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് കഴിഞ്ഞു, വാറ്റ് കഴിഞ്ഞു, ഇനി അവർക്ക് ലാസ്റ്റ് കോർപ്പറേറ്റ് ടാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർക്ക് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും വാറ്റിലായിരിക്കും. അവർക്ക് ഇനിയിപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കഴിഞ്ഞിട്ടായിരിക്കും അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ സെഷൻ വരും. അപ്പൊ അന്ന് ക്ലാസ് ഉണ്ടാവും, നമ്മൾ അന്ന് ക്ലാസ് ഉണ്ടാവും. ഇപ്പൊ ഈ ഇടയിലുള്ള കോർപ്പറേറ്റ് ടാക്സ് ഇനി പുതിയ ഫാക്കൽറ്റി ആയിരിക്കും വരും. ഓക്കെ, സോ അന്ന് കാണാം. ഇനി അന്ന് ആർക്കെയും ബാക്കിയുണ്ടെങ്കിൽ അന്ന് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞു പോകുന്ന എല്ലാവരോടും ഓൾ ദ ബെസ്റ്റ്. ലൈഫിലെല്ലാ കാര്യങ്ങളും അടിപൊളിയാവട്ടെ. ക്ലാസ് എടുത്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവട്ടെ. എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ യു എന്നൊക്കെ എന്തെങ്കിലും കാണുകയാണെങ്കിലൊക്കെ ഒന്ന് പരിചയം പുതുക്കുക. കണ്ടാൽ ഓർമ്മയും കൂടി ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അറ്റ്ലീസ്റ്റ് ടച്ച് ചെയ്യുക, കീപ്പ് ഇൻ ടച്ച്. എപ്പോഴും വാട്സപ്പിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് അപ്പോൾ ഒരു ടച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, എന്ത് വർക്ക് റിലേറ്റഡ് ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വാക്കൻസി റിലേറ്റഡ്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വാക്കൻസി ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അറിയിക്കും. അല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ, ഇപ്പോൾ എപ്പോഴെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കുക. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണതിന് 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, എപ്പോഴും ടച്ചിലുണ്ടാവുക, ഏത് റിലേറ്റഡ് ഡൗട്ടുകൾക്കും ചോദിക്കാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ബൈ ബൈ. എൻ്റെ ആണ്. വേറെ എന്തെങ്കിലും ആർക്കൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും പറയണ്ടോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഷുവർ, താങ്ക് യു സർ. ഓക്കെ, ബാക്കി 2 ആൾക്കാരൊന്നും ഇതിൽ ക്ലാസ്സിൽ ആരും ഒന്നും മിണ്ടാത്ത 2 ആൾക്കാരെ കണ്ടല്ലോ, രേവതി, ഷാമില. അജു എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്, അൻസി ഡൗട്ടൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, ഉപേദ് പിന്നെ ഡൗട്ട് ഒരുപാട് ചോദിക്കാറുണ്ട്. രേവതി, ഷാമിലൊന്നും സംസാരിച്ചാൽ കണ്ടില്ല. ചാറ്റിൽ ആൾ ഉണ്ടാവാറില്ലേ? നിങ്ങൾ 2 ആളും കൂടെ ഉണ്ടാവാറില്ലേ? താങ്ക് യു. ഓക്കെ ഓക്കെ. ഷാമില ഞാൻ ഇതുവരെ കേട്ടില്ലേ, ക്ലാസ്സിൽ ഉണ്ടാവാറില്ലേ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, ആയിക്കോട്ടെ. എന്തായാലും നെക്സ്റ്റ് ഇതിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.